ആണാവട്ടെ പെണ്ണാവട്ടെ, മനുഷ്യരിൽ നിന്ന് ആണാവട്ടെ പെണ്ണാവട്ടെ, ആരാണോ നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുള്ളത്, വഹുവ മുഅ്മിനുൻ, ഈമാനോടുകൂടി തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് വിശ്വാസം ശരിയാക്കിക്കൊണ്ട് ആര് അല്ലാഹുവിലേക്ക് നല്ല നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ, അത് സമൂഹത്തിലെ ആണാവട്ടെ പെണ്ണാവട്ടെ ആരത് ചെയ്തുവോ അവരെ സംബന്ധിച്ചിടത്തോളം ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബാ, അവർക്ക് നല്ല ഒരു ജീവിതം, സമാധാനമുള്ള സന്തോഷകരമായ ഒരു ജീവിതം നാം നൽകുക തന്നെ ചെയ്യും. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിറുകൾ വിശദീകരിക്കുകയാണ്, ആരാണോ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിച്ചുകൊണ്ട് നല്ല നല്ല പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ അവരുടെ ജീവിതം സഈദ, സൗഭാഗ്യമുള്ളതായി മാറും. അല്ലാഹു അവരെ പ്രത്യേകം അനുഗ്രഹിക്കും. മുത്മഇന്ന, സമാധാനം ലഭിക്കുന്ന സ്വസ്ഥതയുള്ള ഒരു കുടുംബ ജീവിതം ദുനിയാവിൽ അവർക്ക് അല്ലാഹു നൽകും. വലൗ കാന ഖലീലുൽ മാൽ, അവരുടെ സമ്പത്ത് വളരെ കുറവാണെങ്കിലും ഭൗതികമായ സൗകര്യങ്ങൾ, ഭൗതികമായ ഉപജീവന മാർഗങ്ങൾ അത് വളരെ കുറഞ്ഞാലും ശരി, ഉള്ളതിൽ ഒരു സന്തോഷം, ഉള്ളതിൽ ഒരു സമാധാനം, അതനുസരിച്ചുകൊണ്ട് ആ കുടുംബജീവിതം ദുനിയാവിൽ നടത്തുമ്പോൾ ദുന്യവിയായ ജീവിതത്തിൽ അവർക്ക് അല്ലാഹു ഒരു സമാധാനം നൽകും, സൗഭാഗ്യം നൽകും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലമായി നാളെ പരലോകത്ത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് നല്ലതായ പ്രതിഫലം, നല്ലതായ കൂലികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് മേത്തരം പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ഈ ദുനിയാവിലെ ജീവിതത്തിൽ മനുഷ്യൻ ജീവിത ലക്ഷ്യമായി കാണേണ്ടത്. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞ ഈമാനോടുകൂടി തൗഹീദോടുകൂടി ഈ ആണും പെണ്ണുമായി ജീവിക്കുന്ന മനുഷ്യരെ നമുക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടായിക്കൊണ്ട് അവനെ അനുസരിച്ചുകൊണ്ട് അവൻ പറഞ്ഞയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പ്രവാചകനെ, റസൂലിനെ പിൻപറ്റിക്കൊണ്ട് സൽപ്രവർത്തികൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതം ആ രീതിയിലാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. വിശുദ്ധ ഖുർആനിൽ വേറെയും ഈ വിഷയത്തിൽ അല്ലാഹു ആയത്തുകൾ പറഞ്ഞതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ അംവാലുക്കും വലാ ഔലാദുക്കും ബില്ലതി തുഖർരിബുക്കും ഇൻദനാ സുൽഫാ, നിങ്ങൾക്ക് കുറെ മക്കളുണ്ടായി എന്നതുകൊണ്ടോ കുറെ സമ്പത്തുണ്ടായി എന്നതുകൊണ്ടോ അല്ലാഹുവിന്റെ അടുക്കൽ, നമ്മുടെ അടുക്കൽ പ്രത്യേക അടുപ്പമൊന്നും ലഭിക്കുകയില്ല. ഇല്ലാ മൻ ആമന വഅമില സ്വാലിഹാ, ശരിയായ വിശ്വാസം സ്വീകരിച്ച ആളുകൾക്കൊഴികെ. വിശ്വാസ വിശുദ്ധി നിർബന്ധമാണ്. തൗഹീദ് ക്ലിയർ ആയിരിക്കണം. അവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. വഅമില സ്വാലിഹാ, തൗഹീദ് അനുസരിച്ചുകൊണ്ട് അമലു സ്വാലിഹാത്തുകൾ വേണം. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടുള്ള ഇത്തിബാഉ സുന്നയിലൂടെയുള്ള ഇബാദത്തുകളാണ്, പുണ്യകർമ്മങ്ങളാണ്. അതിനൊരാൾക്ക് സാധിക്കണം.
പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ശ്രോതാക്കളെ, ആമുഖമായി പറഞ്ഞു വന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം മരണത്തോടുകൂടി ആരംഭിക്കുന്ന അറ്റമില്ലാത്ത മരണമില്ലാത്ത പാരത്രിക ലോകത്ത് വിജയിക്കുക, സ്വർഗം ലഭിക്കുക, അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ളവരായി മാറുക എന്നതാണ്. ഈ ലോകത്തിന് വിട പറയുമ്പോൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയ ഒരടിമ, അവന്റെ തൗഹീദ് ഉൾക്കൊണ്ട ഒരടിമ ഈ ലോകത്തിന് വിട പറയുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ സാധിക്കും എന്ന സൗഭാഗ്യമാണ്. അവർക്കതിൻ്റെ മധുരഫലം ജീവിതത്തിലുണ്ടാകും. മനസ്സിലാക്കിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വന്തത്തിലും കുടുംബത്തിലും അയൽപക്കങ്ങളിലും അവർ അറിയിച്ചുകൊണ്ടിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം തന്റേടികളായിരിക്കും. അവർക്കതിന്റെ മധുരഫലം ദുന്യവിയായ ജീവിതത്തിലും ഉഖ്റവിയായ ജീവിതത്തിലും ലഭിക്കും എന്നുള്ളതാണ്. ആ നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ സാധിക്കുന്ന വിധം നമ്മുടെ വീട്ടിലെ വല്ലിപ്പയാവട്ടെ, വല്യമ്മയാവട്ടെ, വാപ്പയാവട്ടെ, ഉമ്മയാവട്ടെ, ഭാര്യയാവട്ടെ, ഭർത്താവാകട്ടെ, മക്കളാവട്ടെ, പേരമക്കളാവട്ടെ, മരുമക്കളാവട്ടെ, ആ വീട്ടിലെ ഓരോ മെമ്പർമാർക്കും അങ്ങനെ മരിക്കാൻ സാധിക്കും എന്ന ഉറപ്പുവരുത്തൽ നമുക്ക് നടത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. വീട്ടിലെ ഓരോ മെമ്പർമാരും തൗഹീദ് കൃത്യമായി പഠിച്ച് ഉൾക്കൊണ്ട് ജീവിതത്തിൽ അന്വർത്ഥമാക്കുന്നവരാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ സത്യവിശ്വാസം തൗഹീദ്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു ഒട്ടനേകം ആയത്തുകളിൽ. ആ തൗഹീദിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരൊക്കെയും പറഞ്ഞ ആ തൗഹീദ് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന പരിശോധന അനിവാര്യമാണ്, ഏറ്റവും പ്രാധാന്യമാണ്. ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ആളുകൾ, മുജാഹിദുകൾ, അൽഹംദുലില്ലാഹ് അത് ഉൾക്കൊണ്ടവരാണ്. അവരുടെ വീടുകളിൽ അത് നിലനിർത്തുന്നവരാണ്. എന്നാലും ഈ പരിപാടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ വന്നിരിക്കാനും ഇത് എത്തിച്ചു കൊടുക്കുന്നവർക്ക് അതിന്റെ പ്രതിഫലമുണ്ട്, അതിന് സാക്ഷികളാവാനും ഒക്കെയാണ് ഇവിടെ ശ്രോതാക്കളായി എന്റെ പ്രിയപ്പെട്ട സദസ്സിലുള്ള സുഹൃത്തുക്കൾ എത്തിയിട്ടുള്ളത്. അർഹമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്ന എനിക്കും ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തർക്കും ഇത് സംഘടിപ്പിച്ചവർക്കും ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ എന്താണ് പറയുന്നതെന്ന് ഈ ശബ്ദത്തിന്റെ പരിധിയിലുള്ള ഈ നാട്ടിലെ ശ്രോതാക്കളായ ഉമ്മമാരും പെങ്ങന്മാരും നിങ്ങളുടെ ഇരുത്തവും കേൾവിയും ഒക്കെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇനി നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഹീദിനെ വളരെ ചുരുക്കി സൂറത്ത് മറിയമിലൂടെ അല്ലാഹു പഠിപ്പിച്ചു തരികയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇഖ്ലാസ് തൗഹീദാണ്. അല്ലാഹുവിന്റെ ഭംഗി വിശദീകരിക്കുന്ന ആ ചെറിയ അധ്യായത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് സുലുസുൽ ഖുർആൻ എന്നാണ്. ആ തൗഹീദ് നമുക്ക് ആ വചനങ്ങൾ, ആ സൂറ മനപ്പാഠമുണ്ട്. പക്ഷേ അതിന്റെ ആശയം ജീവിതത്തിലുണ്ടോ? സൂറത്തു മറിയമിൽ അല്ലാഹു പറയുന്നു, റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയാ. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ആകാശങ്ങളുടെ റബ്ബ് അല്ലാഹു മാത്രമാണ്. അതുപോലെ തന്നെ ഭൂമിയുടെ റബ്ബ് അല്ലാഹു മാത്രമാണ്.
വമാ ബൈനഹുമാ അവക്കിടയിലുള്ളതിന്റെയും എല്ലാം റബ്ബ് അല്ലാഹു മാത്രമാണ്. ആകാശങ്ങളെ നമുക്കറിയാം 7 ആകാശങ്ങളാണ്. ആ ആകാശത്തിലാവട്ടെ അല്ലാഹുവിന്റെ മലക്കുകളുണ്ട്, അല്ലാഹുവിന്റെ അർശുണ്ട്, കുർസിയുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖലമുണ്ട്, ലൗഹുൽ മഹ്ഫൂദുണ്ട്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളായ പലതുമുണ്ട്. അവയെല്ലാം സൃഷ്ടിക്കുന്നവൻ അവനാണ്, അവയെല്ലാം നിയന്ത്രിക്കുന്നവൻ അവനാണ്, അവയെല്ലാം അധികാരമുള്ളവൻ അവൻ മാത്രമാണ്. ഖൽഖിലും മുൽക്കിലും തദ്ബീറിലും ഏകനായ റബ്ബ്. അതാണ് തൗഹീദുർ റുബൂബിയ്യ. ഇത് ഉൾക്കൊള്ളാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? ഖേദകരെന്ന് പറയട്ടെ, മുസ്ലിം സമൂഹത്തിൽ ചില ആളുകൾ ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് ലോകം നിയന്ത്രിക്കുന്നത് മരിച്ചുപോയ ചില മഹാത്മാക്കളാണ്. CM മടവൂരിനെ കുറിച്ച് ഒരു ഉസ്താദിന് പറ്റിയ തെറ്റല്ല. വേറെയും ഉസ്താദ് സംസാരിക്കുന്നു, പിന്നെ വേറെ ഉസ്താദ് സംസാരിക്കുന്നു, പിന്നെ വേറെ ഉസ്താദ് സംസാരിക്കുന്നു. ആവർത്തിച്ച് ചില പണ്ഡിതന്മാർ CM മടവൂരിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അനല്ലാന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്, അനല്ലാന്ന് CM പറഞ്ഞിട്ടുണ്ട്. അപ്പോ CM അല്ലയാണ്. നഊദു ബില്ലാഹ്. ഈ പ്രഭാഷണങ്ങൾ കേട്ട്, ഈ സംസാരങ്ങളുടെ ശകലങ്ങൾ കേട്ട്, ഇതിൻ്റെതായ ക്ലിപ്പുകൾ കേട്ട് ഏതെങ്കിലും കുടുംബത്തിലെ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് പടച്ചവൻ, റബ്ബ് അവനാണ് എന്ന വാദത്തെ CM ആണ്, അതെ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നതും അള്ളയും എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ വിശ്വാസത്തെ സംസ്കരിക്കേണ്ടതില്ലേ? ഉണ്ട്. ആ പണിയാണ് മുജാഹിദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ലോകം നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണ് പോലും. ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ട ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഞാനത് വിശദീകരിക്കുന്നില്ല. ഖേദകരമെന്ന് പറയട്ടെ, വിശുദ്ധ ഖുർആനിലെ ആയത്തോതിക്കൊണ്ട് അല്ലാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് മുസ്ലിം സമൂഹത്തോട് പോലും ഖുർആനോതി വിശദീകരിക്കേണ്ടി വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതെന്തൊരു ഗതികേടാണ്! മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളോട് ആയത്തോതി അല്ലാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന് ഗൗരവമുണ്ട്, അതിന് പ്രാധാന്യമുണ്ട്, ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്. എന്നാൽ മുസ്ലിം സമൂഹത്തിലെ ആളുകളോടും വിശുദ്ധ ഖുർആനിലെ ആയത്തോതിയിട്ട് അള്ളയാണോ ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്ന ഗതികേട് എത്രയാ! CM ആണ് നിയന്ത്രിക്കുന്നത് എന്ന് വാദിക്കുമ്പോൾ ഇത് പറയണ്ടേ? അങ്ങനെയുള്ള കുടുംബങ്ങളിൽ, വിശ്വാസങ്ങളിൽ മലിനമായ വിശ്വാസം കലർന്നിട്ടില്ലേ? അത് സംസ്കരിക്കേണ്ടതില്ലേ? അതിനാണ് ഇത്തരം കോൺഫറൻസുകൾ കേട്ടോ, അതിനാണ് ഇത്തരം പ്രഭാഷണങ്ങൾ കേട്ടോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തൗഹീദിന്റെ ഒന്നാമത്തെ ഭാഗമായ റബ്ബ് അല്ലാഹു മാത്രം, ഖൽഖിലും മുൽക്കിലും തദ്ബീറിലും സൃഷ്ടിപ്പിലും അധികാരത്തിലും നിയന്ത്രണത്തിലും ഏകനായ റബ്ബ് അത് അല്ലാഹു മാത്രമാണ്, വേറൊരാളുമില്ല. അള്ളാന്റെ പടപ്പുകൾ മുഴുവൻ അവന്റെ സൃഷ്ടികളിൽപ്പെട്ടു. ആ സൃഷ്ടികളെ സൃഷ്ടിച്ചവനായ സൃഷ്ടാവ് അല്ലാഹു മാത്രം എന്ന് പറയുമ്പോ സൃഷ്ടികളിൽപ്പെട്ട CM എങ്ങനെ സൃഷ്ടാവാകും, നിയന്താവാകും? ചിന്തിക്കണം. അനല്ലാഹു മൂപ്പര് പറഞ്ഞിക്കണമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഒരു പോയത്തരമല്ലാതെ, വിഡ്ഢിത്തമല്ലാതെ, ഒന്നുകിൽ സുഖമില്ലാതെ പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ കുഫർ വന്നിട്ടുണ്ടാകും. എന്താണ് നമുക്കറിയില്ലല്ലോ. അനല്ലാഹ് ഒരാൾ പറഞ്ഞാൽ ലോകത്ത് അങ്ങനെ പറഞ്ഞവരുണ്ടോ നമ്മൾ പഠിക്കണം. പറഞ്ഞ ഒരാളുണ്ട്, ഫിർഔൻ, അന റബ്ബുക്കുമുൽ അലാ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്, എന്റെ കാലിന്റെ അടിയിലൂടെയാണ് ഈ നൈൽ നദി ഒഴുകുന്നത്, നിങ്ങൾ കണ്ടില്ലേ, ഞാനല്ലാതെ വേറെ ഇലാഹുള്ളതായിട്ട് എനിക്കറിയില്ല എന്ന ലോകത്തിലെ ഏറ്റവും വലിയ അഹങ്കാരിയായി കഴിഞ്ഞുപോയ ഫിർഔൻ, അവന് ഈ ലോകത്തിനുള്ള ഉന്മൂലനം എങ്ങനെയായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിഷയത്തിൽ എടുത്ത നടപടി എത്രയായിരുന്നു? ഞാൻ വിശദീകരിക്കേണ്ടെന്ന് ആവശ്യമില്ലല്ലോ. പിന്നെ ആ വാദം പറഞ്ഞത് ഹല്ലാജാണ്. ആ ഹല്ലാജിനെ അന്ന് ഇസ്ലാമിക ഭരണകൂടം തൂക്കിക്കൊന്നു. പിന്നെ ആ വാദം നമ്മൾ കേൾക്കുന്നത് കേരളക്കരയിൽ നമ്മുടെ ചില ഉസ്താദുമാരിൽ നിന്നാണ്. ഇത് ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, വിഷയത്തിന്റെ ഗൗരവം, അപകടം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അതുകൊണ്ട് സൂറത്തു മറിയമിൽ അല്ലാഹു വിശദീകരിക്കുന്ന തൗഹീദിന്റെ ആദ്യ ഭാഗം അതുപോലും നമ്മുടെ സമുദായത്തിലെ ചില ആളുകൾ കൃത്യമായി ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ
ഇതിന്റെ ഗൗരവം എത്രയാണ്? അതിന്റെ രണ്ടാമത്തെ ഭാഗം എന്താണ്? ഫഅബ്ദു വസ്തബിർ ലിഇബാദതിഹി. അതുകൊണ്ട് അവനെ മാത്രം ആരാധിക്കണം. തൗഹീദുൽ ഉലൂഹിയ, ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ട എന്തെല്ലാം സംഗതികളുണ്ടോ അത് ആ റബ്ബിന് മാത്രം കൊടുക്കാൻ മനുഷ്യരെ നമുക്ക് സാധിക്കണം. ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ട എല്ലാം, ദുആ ഇബാദത്താണ്, പ്രാർത്ഥന ഇബാദത്താണ്, ഇസ്തിഗാസ ഇബാദത്താണ്, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള എല്ലാ തേട്ടങ്ങളും ഇബാദത്താണ്. അത് അത്യാവശ്യ ഘട്ടത്തിൽ തേടുന്നതുണ്ട്, ഉടനെ കിട്ടേണ്ടുന്നതിന് വേണ്ടി തേടുന്നതുണ്ട്, ഇപ്പോഴൊന്നും വേണ്ട കുറച്ച് കഴിഞ്ഞാൽ കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് തേടുന്നതുണ്ട്, കിട്ടിയാൽ തിരക്കടില്ല എന്ന് വിചാരിച്ച് തേടുന്നുണ്ട്. അതിന് ഉത്തരം നൽകുന്ന രീതികളും വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ഉടനെ തന്നെ കിട്ടിയേക്കും, ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അടിമയുടെ വിനയം ഒന്ന് കൂടട്ടെ, അധികരിക്കട്ടെ, ഒന്നുകൂടി കരഞ്ഞു പാകപ്പെടട്ടെ എന്ന് വിചാരിച്ച് ഉത്തരം തരുന്ന കാര്യത്തിൽ അല്ലാഹു വൈകിപ്പിച്ചേക്കാം, കുറച്ച് കഴിഞ്ഞ് കിട്ടിയേക്കാം. അല്ലെങ്കിൽ ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പടപ്പ്, ആ അടിമ ചോദിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായി അറിയാമല്ലോ. ആ തേടിയ കാര്യം ഇയാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഖൈറ് ഈ അടിമക്ക് മറ്റൊന്ന് കൊടുക്കലാണ്. അതുകൊണ്ട് ഇയാൾക്ക് ഏതാണ് ഖൈറെന്ന് അല്ലാഹുവേ അറിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചോദിച്ചതല്ല, അതിന് പകരമായി വേറെ ചിലത് കിട്ടിയേക്കാം. ചിലപ്പോൾ ഈ ദുനിയാവിൽ വെച്ച് നമ്മുടെ ദുആഇന് ഉത്തരം കിട്ടിയെന്ന് വരികയില്ല. നാളെ പരലോകത്തേക്ക് എത്തുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരുപാട് നന്മകൾ അവിടെ അധികരിച്ച് കാണുകയാണ്. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ദുനിയാവിലെ നിന്റെ ദുആ ആണ്. നിന്റെ ദുആ ധാരാളം നീ ചെയ്തില്ലേ, പലതും ഉത്തരം ലഭിക്കാതെ പോയില്ലേ, ആ ദുആ ഇബാദത്തായി അല്ലാഹു പരിഗണിച്ച് അതൊരു പുണ്യകർമ്മങ്ങളായി മാറിയിരിക്കുകയാണ്. അത് പരലോകത്തേക്ക് അല്ലാഹു മാറ്റിവെച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും സ്വതക്കയും നേർച്ചയും ഇതെല്ലാം ഇബാദത്തിൽ പെട്ടതാണ്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നാം ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇബാദത്തുകളാണ്. ആ റബ്ബിലേക്ക് മാത്രം അത് ചെയ്യാൻ സാധിക്കണേ. ആ മേഖലയിൽ നല്ല ക്ഷമയുള്ളവരായി മാറണേ. ആ വിഷയം പറയുമ്പോൾ അല്ലാഹു പ്രത്യേകം അത് അടിവരയിട്ട് പറയുന്നുണ്ട്. ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി. തൗഹീദുൽ ഇബാദ, തൗഹീദുൽ ഉബൂദിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, അതിൽ നല്ല ക്ഷമ അവലംബിക്കാൻ വേണ്ടി ഖുർആൻ ആവശ്യപ്പെടുകയാണ്. ആ വിഷയത്തിൽ നമ്മുടെ അവസ്ഥ എന്താ? അള്ളാഹിനോടും തേടുന്നു, അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്ന് വിചാരിച്ച് പലരോടും തേടുന്നു. അള്ളാഹുവോട് തേടുന്നത് ലോക്കൽ KSRTCയിൽ കയറിയതുപോലെയാണെന്ന് ചില ഉസ്താദുമാര് ഉപമ പറയുന്നു. എന്നാൽ അള്ളാഹു അല്ലാത്തവരോട് തേടുന്നതോ അത് ബെൻസ് കാറിൽ വളരെ സ്പീഡിൽ യാത്ര ചെയ്യുന്നത് പോലെ, സൗഖ്യത്തിൽ യാത്ര ചെയ്യുന്നത് പോലെ എന്ന് ഉപമ പറയുന്നു. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹിനോട് തേടിയിട്ട് വലിയ കാര്യമില്ല. മരിച്ചുപോയ മഹാത്മാക്കളോട് തേടിയാൽ അതാണ് ഏറ്റവും വേഗം ഫലം കിട്ടുന്നത് എന്ന ആശയമാണ് ചില ആളുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹിനോട് തേടുന്നതൊക്കെ പടപ്പുകളോടും തേടാം. പടപ്പുകളോട് തേടിയാൽ അള്ളയാണ് ഉത്തരം നൽകുന്നത്, അള്ളാഹിനോട് തേടിയാൽ പടപ്പുകളാണ് ഉത്തരം തരുന്നത്. ചില ഔലിയാക്കളെ കുറിച്ച് എഴുതി വെക്കുകയാണ്, പ്രസംഗിക്കുകയാണ്, ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അപ്പൊ തൗഹീദുൽ ഉലൂഹിയ്യയിലും നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് അബദ്ധം സംഭവിച്ചിരിക്കുന്നു. മൂന്നാമത്തെ മേഖല ഏതാ? ഹൽ തഅലമു ലഹു സമീയ. അവന് പേരൊത്ത വേറെ വല്ലവനുമുണ്ടോ? ഈ ചോദ്യത്തിലൂടെ അള്ളാഹ് അങ്ങനെയുള്ള ഒരാളും ഇല്ല എന്ന് സ്ഥാപിക്കുകയാണ്. അള്ളാഹിനെ പോലെ നല്ല നാമങ്ങളുള്ളവൻ, അള്ളാഹുവിനെ പോലെ നല്ല വിശേഷണങ്ങളുള്ളവൻ വേറെ ഒരാളും ഇല്ല, അള്ളാഹു മാത്രമേയുള്ളൂ. അവന് 99 നാമങ്ങളുണ്ട്. ആ 99 നാമങ്ങളെ ആരാണ് ഹൃദയസ്ഥമാക്കുന്നത്? ആരാണ് അതിന്റെ ആശയം മനസ്സിലാക്കുന്നത്, വിശാലത മനസ്സിലാക്കുന്നത്? എന്നിട്ട് ആരാണോ അത് എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ട് അത് ഉപകാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ആരാണോ അതിന്റെ ആളായി മാറുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് 99 നാമങ്ങളെ ഉള്ളൂ എന്നല്ല അതിന്റെ അർത്ഥം. ഒരു മുഅ്മിനിനെ, ഒരു മുസ്ലിമിനെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ അള്ളാഹുവിന്റെ 99 നാമങ്ങളെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിലൂടെ പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു അവന്റെ
ഇൽമുൽ ഗൈബിൽ ഒളിപ്പിച്ചു വെച്ച അവന്റെ നാമങ്ങളുണ്ട്, അവൻ ഇങ്ങോട്ട് ഇറക്കി തന്ന നാമങ്ങളുണ്ട്, അവന്റെ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്ത നാമങ്ങളുണ്ട്, അതല്ലാത്ത നാമങ്ങളുമുണ്ട്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് 99 നാമങ്ങളുണ്ട് എന്ന് പറയുമ്പോ അത് മതി ഒരാൾക്ക് സ്വർഗത്തിലെത്താൻ. അങ്ങനെ അള്ളാന്റെ നാമങ്ങളെ പഠിക്കാൻ നമുക്ക് കഴിഞ്ഞോ? അപ്പോൾ അതാ ചില ഉസ്താദുമാര് പറയുന്നു ശൈഖ് ജീലാനിക്കും 99 നാമങ്ങളുണ്ട്. ആ 99 നാമങ്ങളെ പറഞ്ഞിരുന്നാൽ അള്ളാഹുവിന്റെ നാമങ്ങളെ പറഞ്ഞതിന് പകരം സവാബിനെ കിട്ടും. നഊദു ബില്ലാഹ്. കണ്ട ആൾക്കാർ ഇങ്ങനെ ചൊല്ലിയിരിക്കുകയാണ് ശൈഖ് ജീലാനിന്റെ പേരുകൾ. അതിങ്ങനെ ചൊല്ലി ഒരുപാട് പറഞ്ഞ് പിന്നെ യാ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നിങ്ങനെ ദുആ ചെയ്യുമ്പോൾ അള്ളാന്റെ നാമങ്ങളെ പറയാൻ ഇവനിക്ക് നേരമില്ല. ആ റബ്ബിൽ നിന്ന്, ഇലാഹിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പടപ്പുകളിലേക്ക് ആളുകളെ കൊണ്ടുപോവുകയാണ്. അല്ലാഹുവിനെ കുറിച്ച് പറയാൻ ഇന്ന് ഉലമാക്കളില്ല, അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ ഇന്ന് പ്രബോധകരില്ല. CM-ലേക്ക് ക്ഷണിക്കാൻ ആളുകളുണ്ട്, മുഹ്യിദ്ദീൻ ഷെയ്ഖിലേക്ക് ക്ഷണിക്കാൻ ആളുകളുണ്ട്, മഖാമുകളിലേക്ക് ക്ഷണിക്കാൻ ആളുകളുണ്ട്, ദർഗകളിലേക്ക് ക്ഷണിക്കാൻ ആളുകളുണ്ട്, ആത്മീയ മജ്ലിസുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ആളുകളെ വിളിച്ചു തേടാനുള്ള മജ്ലിസുകളിലേക്ക് ക്ഷണിക്കാൻ ആളുകളുണ്ട്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ ഈ മുജാഹിദുകളല്ലാതെ ആരാണുള്ളത് പ്രിയപ്പെട്ടവരെ? ഇത് നിങ്ങളുടെ നന്മ ഉദ്ദേശിക്കുന്ന പ്രസ്ഥാനമാണ്. ദുനിയവും ആഖിറവുമായ കാര്യങ്ങളിൽ രക്ഷപ്പെടുത്താനുള്ള മാർഗമാണ് പറയുന്നത്. അതുകൊണ്ട് പറയുന്നത് ആരാണെന്ന് നോക്കാതെ പറയുന്ന കാര്യത്തിന്റെ കാമ്പാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഈ തൗഹീദാണ് ഒരു സത്യവിശ്വാസി ഉൾക്കൊള്ളേണ്ടത്. ഈ തൗഹീദ് ഉൾക്കൊള്ളാതെ, ഈമാൻ ശരിയാവാതെ ഒരു അമലും അല്ലാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുകയില്ല കേട്ടോ. അങ്ങനെയുള്ള തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരെ പിഴപ്പിക്കാൻ വേണ്ടി ആര് ശ്രമിച്ചാലും ആ ശ്രമത്തെ മുവഹിദ് മനസ്സിലാക്കും. എന്നാൽ തൗഹീദ് പഠിക്കാത്ത ആളുകളോ ഇത്തരം ശ്രമങ്ങളിൽ പെട്ടുകൊണ്ട്, ചൂഷണങ്ങളിൽ പെട്ട്, അബദ്ധത്തിൽപ്പെട്ട് ഈമാൻ നഷ്ടപ്പെടും. എല്ലാം നഷ്ടപ്പെട്ട് അവരതാ നഷ്ടകാരികളായി മാറും. അതിന്റെ ഒരുപാട് മേഖലകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇപ്പൊ അതാ അഹ്ലുബൈത്തിന്റെ പേര് പറഞ്ഞ് അഹ്ലുബൈത്തിന്റെ കൂടെ സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ ആത്മീയമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. 2 കൊറോണകൾ കടന്നു വന്നപ്പോൾ ഓഫ്ലൈൻ ചർച്ചകളും പ്രഭാഷണങ്ങളും നടക്കാതെ വന്നപ്പോ ഓൺലൈനായി ഒരുപാട് ആത്മീയ മജ്ലിസുകൾ നടന്നു. ആ ആത്മീയ മജ്ലിസുകളിൽ, ചില മജ്ലിസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ് നമ്മുടെ ദുനിയവിയായ ഉഖ്റവിയായ ഏതെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ അതെല്ലാം പൂർത്തീകരിച്ച് കിട്ടാൻ, കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ, ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കാൻ, കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവാൻ, അതുപോലെ തന്നെ മക്കളുടെ പഠനം ഉഷാറാവാൻ, എല്ലാ വിഷയങ്ങൾക്കും പരിഹാര മാർഗമായി ചില ആളുകൾ പറയുന്നത് ഇത്തരം ആത്മീയ മജ്ലിസുകളാണ്. അങ്ങനെ ആത്മീയ മജ്ലിസായി ഒരുപാട് നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട്. സ്വന്തം ആത്മീയ പുരോഗതിക്ക് വേണ്ടിയും കുടുംബങ്ങളുടെ ആത്മീയ പുരോഗതിക്ക് വേണ്ടിയും അവിടെ രക്ഷപ്പെടും എന്നുള്ള നിലക്കാണ് ആളുകൾ, ദീനാണ് എന്നുള്ള നിലക്കാണ് ഇവിടേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെയുള്ള ആത്മീയ മജ്ലിസുകളിൽ ഒന്നാണ് നൂറെ ഹബീബ് എന്ന് പറഞ്ഞിട്ട് ഒരു തങ്ങള്. അയാള് തങ്ങളാന്ന്, അയാളും അല്ലാന്ന് വേറൊരാൾക്കാരും. നമ്മളിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഈ നൂറെ ഹബീബ് എന്ന പേരിൽ ഒരാറ്റക്കോയ തങ്ങൾ, അയാള് ജമുല്ലയിലി അല്ല എന്ന് ആ സംഘം തന്നെ അടിച്ചിറക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കല്ല. അദ്ദേഹത്തിന്റെ പരിപാടി എന്താ? ഒരുപാട് ആളുകൾ അടങ്ങുന്ന ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ശിങ്കിടികളെ ഉണ്ടാക്കുകയാണ്. അദ്ദേഹത്തിന്റെ പോരിശ പറയുകയാണ്. ആ പോരിശ പറഞ്ഞുകൊണ്ട് ആളുകളെ ആത്മീയമായി അവിടേക്ക് എത്തിക്കുകയാണ്. എത്തിച്ചിട്ടോ അവിടെ ചെന്നിട്ട് എന്താ പരിപാടി? അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയാണോ? അള്ളാഹുവിനെ കുറിച്ച് ചിന്ത ഉണ്ടാക്കുകയാണോ? ആണെങ്കിൽ ആത്മീയമായി ഉയരാൻ കഴിയും. അതല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് മരിച്ചുപോയ മഹാത്മാക്കളിലേക്കൊക്കെ ഫാത്തിഹ ഓതി പാർസലാക്കി അവരെ മുഴുവൻ ഇങ്ങോട്ട് ഈ സദസ്സിലേക്ക് വിളിച്ചു വരുത്തി എന്ന് തോന്നിപ്പിച്ച്, വിശ്വസിപ്പിച്ച്, നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി അവരെല്ലാം ഇടപെടുന്നുണ്ട് എന്ന് ചിന്തിപ്പിച്ച് ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ആത്മീയ മജ്ലിസിന്റെ ഓൺലൈൻ
ഒരിക്കൽ ഞാൻ സന്ദർശിച്ചപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. അവിടെ യഥാ ഫാത്തിഹ അൽ ഫാത്തിഹ ഓദിക്കുകയാണ്. എന്നിട്ടോ ആ അൽ ഫാത്തിഹ പാർസലാക്കുകയാണ് ഇലാ ഹളറത്തിൽ ബദരീൻ, ബദരീങ്ങളുടെ അർവാഹുകളിലേക്ക് പാർസലാക്കുന്നു. എന്നിട്ടതാ കുറച്ചു കഴിഞ്ഞിട്ട് അയാൾ അഭിനയിക്കുകയാണ്, മർഹബ മർഹബ, ചിരിച്ചുകൊണ്ട് മർഹബ പറയാൻ. അപ്പൊ ബദരീങ്ങൾ വന്നു എന്നർത്ഥം. അപ്പൊ ആൾക്കാരിങ്ങനെ ബദരീങ്ങളോട് എത്തി. കുറച്ചു കഴിഞ്ഞ് ഒരു അൽ ഫാത്തിഹ കൂടി ഓതുന്നു, ഇലാ ഹളറത്തി മാലിക് ദീനാർ ഉപ്പാപ്പ, അങ്ങോട്ട് പാർസലാക്കുന്നു. കുറച്ച് മിണ്ടാതിരുന്നിട്ട് മർഹബ മർഹബ എന്ന് പറയുന്നു. അപ്പൊ മൂപ്പരും വന്നു. പിന്നെ അൽ ഫാത്തിഹ ഓതുന്നു, ഇലാ ഹളറത്തി നൂഹ് നബി, നൂഹ് നബിയിലേക്ക് പാർസലാക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് പാർസലാക്കുന്നു. അജ്മീർ ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിലേക്ക് പാർസലാക്കുന്നു. സയ്യിദ് ഇബ്രാഹിമുൽ ബാദുഷായിലേക്ക് പാർസലാക്കുന്നു. സിക്കന്ദർ ബാദുഷയിലേക്ക് പാർസലാക്കുന്നു. സയ്യിദത്ത് അർഖാസുമ്മയിലേക്ക് പാർസലാക്കുന്നു. അതുപോലെ തന്നെ സിക്കന്ദർ ബാദുഷയിലേക്ക് പാർസലാക്കുന്നു. അതുപോലെ തന്നെ കല്ലടി മസ്താൻ സയ്യിദ്നാ ലുഖ്മാനുൽ ഹക്കീം. പിന്നീടതാ ഇലാ ഹളറത്തി 40 അടി വലിയുള്ള, പിന്നീടതാ കുതുബുസ്സമാൻ മമ്പറന്തങ്ങള്, പിന്നീടതാ താജുൽ ഉലമ, അതുപോലെ തന്നെ CM മടവൂര്. പിന്നെ ആ പരിധിയിലുള്ള ഏത് മക്കാമുകളാണോ അവിടേക്കൊക്കെ പാർസലാക്കിയിട്ട് കുറച്ചേരം കാത്തിരുന്നിട്ട് മർഹബ മർഹബ എന്ന് പറയുമ്പോ ഈ പറയുന്നവരൊക്കെ ഈ മജ്ലിസിലെത്തി എന്ന് ആളുകളെ അതാ നിർവൃതിയിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ അവര് വിശ്വസിക്കാണ്, പടച്ചോനെ അവരൊക്കെ എത്തിയല്ലോ. എന്നിട്ടോ കഴിഞ്ഞ നമ്മുടെ മജ്ലിസിൽ പങ്കെടുത്തൊരു ഉമ്മാമ 10-20 വർഷമായി വാടക വീട്ടിലാണ്. സ്വന്തം വാടക കൊടുക്കാൻ പോലും ആ ഉമ്മാമാക്ക് ശേഷിയുണ്ടായിരുന്നില്ല. നമ്മുടെ മജ്ലിസിൽ പങ്കെടുത്തു. നൂറെ ഹബീബിന്റെ മുത്തുമാണിക്ക കല്ലുകൾ ഇവിടെ വന്നാൽ എല്ലാം ഉഷാറാകും, എല്ലാം അള്ളാഹു പരിഗണിക്കും എന്ന് പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുകയാണ്. ആ ഉമ്മാമ ഒറ്റ മജ്ലിസിലേ പങ്കെടുത്തുള്ളൂ. ഇപ്പൊ സ്വന്തമായി വീടായി. എവിടെ അമ്മാമ്മയുടെ അപ്പൊ ഒരു ഉമ്മാമ എണീച്ചിക്ക അഭിനയിക്കുക. അപ്പൊ അവിടെ വന്ന ആളുകൾക്കൊക്കെ ആശ്വാസമായി. അൽഹംദുലില്ലാഹ്, പ്രയാസങ്ങളൊക്കെ ഇവിടെ വന്നാൽ തീരുമല്ലോ. ഇപ്പൊ ആ ഉമ്മാമാക്ക് കിട്ടിയല്ലോ, നാളെ എനിക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിക്കുകയാണ്. തീർന്നില്ല പ്രിയപ്പെട്ടവരെ. അവിടെ ആ രീതിയിലുള്ള സംഗതികൾ നടക്കുമ്പോ ഇയാളുടെ ഗ്രൂപ്പിൽ നിന്ന് ആരെങ്കിലും ലെഫ്റ്റ് ആയാലോ, അപ്പൊ യഥാ സ്ത്രീ വളണ്ടേഴ്സ് പോലും പ്രവർത്തിക്കുകയാണ്. ഇയാളുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട്, അഹ്ലു ബൈത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആ ആത്മീയ മജ്ലിസിലേക്ക് വീണ്ടും ക്ഷണിക്കാൻ വേണ്ടി ആ ഗ്രൂപ്പിലേക്ക് അയാളെ കൊണ്ടുവരികയാണ്. അതിന് സ്ത്രീ വളണ്ടേഴ്സ് വരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എവിടെയാ ഇത് നടക്കുന്നത്? മണ്ണാർക്കാട്, പാലക്കാട് ജില്ലയുടെ അതിർത്തിയായ മണ്ണാർക്കാട് കൊടക്കാടിൽ, മേലെ കൊടക്കാടിൽ നടക്കുകയാണ്. അവിടേക്ക് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്റെ സംസാരം വീടുകളിൽ ഇരുന്ന് കേൾക്കുന്ന ഉമ്മമാരെ, സ്ത്രീകളെ, നിങ്ങളുടെ സമൂഹമാണ് ഏറ്റവും കൂടുതൽ ഇത്തരം പരീക്ഷണങ്ങൾക്ക്, ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നത്. അതുകൊണ്ട് അവിടെ ചെന്നാൽ അവിടെയുള്ള ഈ മരിച്ചുപോയ മഹാത്മാക്കളിലേക്ക് പാർസലാക്കി അവരെ വിളിച്ചു വരുത്തിയിട്ട് വന്നു എന്ന് വിശ്വസിപ്പിച്ചിട്ട് അവർ വന്നിട്ടില്ല, വരാൻ കഴിയുകയില്ല. അംവാത്തുൻ ഗൈറു അഹ്യാഇൻ, മരിച്ചുപോയവരാണ്, ഒരിക്കലും അവർക്ക് ജീവനില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ദുനിയാവിലില്ല, അള്ളാഹുവിലേക്ക് പോയിരിക്കുകയാണ്, ബർസഖ് ലോകത്താണ്. എന്നിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നീട് എന്താ പരിപാടി? അദ്ദേഹം അതാ വലിയ അത്ഭുതങ്ങൾ സംഘടിപ്പിക്കുകയാണ്. സ്വലാത്തുൽ ഫാത്തിഹ എന്ന പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാറൽ അദീം. ആര് പഠിപ്പിച്ചടോ ഈ സ്വലാത്ത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇബ്രാഹിമിയ സ്വലാത്ത്. അത് 8ഓളം രീതിയിൽ സഹിഹായ നിലക്ക് ഹദീസുകളിലുണ്ട്. അതല്ലേ സ്വലാത്തായി പഠിപ്പിക്കപ്പെട്ടത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇത് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് കാണാം. അവിടുത്തെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. അത് ചൊല്ലാത്തവൻ ഏറ്റവും വലിയ പിശുക്കനാണ്. ഏറ്റവും കൂടുതൽ സ്വലാത്ത് അധികരിപ്പിക്കുന്ന ആളുടെ കൂടെയായിരിക്കും നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുപ്പം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 അനുഗ്രഹങ്ങൾ നമുക്ക് അധികരിക്കും. അല്ലാഹു ഇറക്കി തരും, ബറക്കത്ത് ചൊരിയും.
വ്യാഴാഴ്ച മഗ്രിബോടുകൂടി വെള്ളിയാഴ്ചയുടെ രാവ് ആരംഭിക്കുമ്പോ വെള്ളിയാഴ്ച അസർ തീരുന്നത് വരെ കണക്കില്ലാതെ നമുക്ക് സ്വലാത്ത് അധികരിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സ്വലാത്തുകൾ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ ഈ സ്വലാത്തുൽ ഫാത്തിഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, താജ് സ്വലാത്ത് പഠിപ്പിച്ചിട്ടില്ല, കമാലിയ സ്വലാത്ത് പഠിപ്പിച്ചിട്ടില്ല, നാരിയ സ്വലാത്ത് പഠിപ്പിച്ചിട്ടില്ല, കെഞ്ചുൽ അർശും സലാമത്തുൽ ഈമാനും അങ്ങനെ പലതും പിന്നീട് ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ചൊല്ലി അമലി സ്വാലിയാത്തുകളാണെന്ന് വിശ്വസിച്ച് മരിച്ചുപോയാൽ ബിദ്അത്തിന്റെ അഹ്ലുകാർ നാളെ പരലോകത്ത് തടയപ്പെടുന്ന, ആട്ടി ഓടിക്കപ്പെടുന്ന, നരകത്തിലേക്ക് പോകുന്ന അബദ്ധത്തിലാണ് നിങ്ങളുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിലേക്ക് പാകപ്പെടണം. അത് ഏത് വിഷയത്തിലും. ഇതാണ് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അറിവിൻ നിലാവ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ആത്മീയ മജ്ലിസ് ഒരു സഖാഫി ഉസ്താദാ നടത്തുന്നത്. എത്ര ആളുകളാ അതിൽ അകപ്പെട്ടിട്ടുള്ളത്. ഒരിക്കൽ അറിവിൻ നിലാവ് ഞാൻ നിരീക്ഷിച്ചപ്പോ അന്ന് കൊടുക്കുന്ന അറിവെന്താണെന്നറിയോ? CM മടവൂരിന് പേരിട്ടത് മുഹമ്മദ് നബിയാണ്. നഊദുബില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് കാലഘട്ടമാണ്? CM മടവൂർ ഏത് കാലഘട്ടമാണ്? അപ്പൊ നമ്മുടെ ഉമ്മാമ്മമാരിങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ്, പടച്ചോനെ CM ഒരു ചില്ലറക്കാരനല്ല കേട്ടോ, മുത്തുനബി പേരിട്ടതല്ലേ CM ഓർക്ക്. ചിന്തിക്കുന്നില്ല. ജഹലിൽ നിലാവ്, ഏറ്റവും വലിയ അറിവുകേടിന്റെ നിലാവിലാണ് നമ്മുടെ ഉമ്മമാര് പെട്ടിട്ടുള്ളത്. എന്നിട്ടത് ആ ടിവിക്ക് മുമ്പിലിരുന്ന് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ, ആ ടിവിക്ക് താഴെ ഒരു സ്റ്റീൽ കുടുക്കയും അതിൽ വെള്ളവും വെച്ചിരിക്കുന്നു ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം. അങ്ങനെ ആ ആത്മീയ മജ്ലിസിൽ ചൊല്ലുന്നതും പറഞ്ഞതും ചൊല്ലിയ വിറുതുകളെല്ലാം അവസാനമായി കൊണ്ട് ഒരു ഊത്തങ്ങൂതുകയാണ്. ആ സഖാഫി ഉസ്താദ് ഊതിയിട്ടുള്ള ഊത്ത് ഓൺലൈനായി ഈ ടിവിയുടെ താഴെയുള്ള കുടുക്കയിൽ വന്ന് ചാടുമെന്ന് വിശ്വസിക്കുന്ന അന്ധവിശ്വാസം. ഇത് ഞാൻ വെറുതെ പറയല്ല. വീട്ടിലേക്ക് ഭർത്താവ് ഒരുപാട് പ്രയാസം സഹിച്ച്, ത്യാഗം സഹിച്ച്, ജോലിയൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഭാര്യയോട് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുമ്പോ, ആശ്വാസത്തിന് വേണ്ടി വല്ലതും ആവശ്യപ്പെടുമ്പോ, നിങ്ങളവിടെ നിൽക്കി, ഞാൻ ആത്മീയ മജ്ലിസിലാണ്, അറിവിൻ നിലാവിലാണ്, നൂറെ ഹബീബിലാണ്, നൂറെ അജ്മീറിലാണ്, ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് ഉമ്മമാര്, ഭാര്യമാര് ഈ ആത്മീയ മജ്ലിസ് കാട് കയറി തലക്ക് ഭ്രാന്ത് കയറിയതുപോലെ നമ്മുടെ സമൂഹത്തിൽ അത് ഭ്രാന്തായി മാറിയിരിക്കുന്നു. ഇത് ഞാൻ ആരെയും ഇടങ്ങറാക്കാൻ വേണ്ടി പറയല്ല. അപ്പോൾ ഭർത്താക്കന്മാര് പ്രയാസപ്പെടുന്നു. വീട്ടിലതാ പ്രയാസമാണ്, ഭാര്യക്കൊന്നിനും നേരമില്ല, ഓള് ഓൺലൈനിലാണ്, ആത്മീയ മജ്ലിസിലാണ്. ആ സന്ദർഭത്തിൽ ഭർത്താവിന്റെ ആവശ്യങ്ങൾ പോലും നിറവേറ്റി കൊടുക്കാൻ, ഭർത്താവിനെ പരിഗണിക്കാൻ പോലും പലർക്കും സാധിക്കുന്നില്ല. അത്രമാത്രം ഇത് അപകടമായി മാറിയിരിക്കുന്നു. ഇനി ഭർത്താവ് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഒരു ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടി മൊബൈൽ എടുത്താലോ, ബാലൻസ് കാണുന്നില്ല, അത് ഞാൻ നൂറെ ഹബീബിന് വിട്ടു, അത് ഞാൻ മറ്റേ അറിവിൻ നിലാവിന് വിട്ടു, അത് ഞാൻ മറ്റേ ഉസ്താദിന് വിട്ടു, ആരോട് ചോദിച്ചിട്ട് വിട്ടു. സാമ്പത്തിക ഭദ്രതയും തകരുന്നു, കുടുംബങ്ങളിൽ കലാപങ്ങൾ ഉണ്ടാകുന്നു. ആത്മീയ മജ്ലിസിന്റെ പേരിൽ വിശ്വാസ വിശുദ്ധിയും കർമ്മവിശുദ്ധിയും ക്ലിയർ ആയിട്ടില്ല എങ്കിൽ ആ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാവുകയില്ല. ദുനിയാവിലും ആഖിറത്തിലും എടങ്ങറുകളെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഈ വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾ ഉൾക്കൊള്ളണേ. വീട്ടിലെ ഓരോ മെമ്പറും തൗഹീദുള്ളവരായിരിക്കണം. ഓരോ മെമ്പറും സുന്നത്ത് പിൻപറ്റുന്നവരായിരിക്കണം. ശിർക്കിൽ നിന്ന് രക്ഷപ്പെടണം, ബിദ്അത്തിൽ നിന്ന് രക്ഷപ്പെടണം. വാപ്പാക്ക് തൗഹീദുണ്ട്, ഉമ്മാക്ക് തൗഹീദ് ഇല്ലെങ്കിൽ എന്ത് സമാധാനമാണ് ആ വീട്ടിലുള്ളത്? മകൻക്ക് തൗഹീദുണ്ട്, രക്ഷിതാക്കൾക്ക് തൗഹീദ് ഇല്ലെങ്കിൽ എന്ത് സമാധാനമാണ് ആ വീട്ടിലുള്ളത്? ഒരു ഭാഗം ആളുകൾക്ക് ഒരേ വീട്ടിൽ അതേ തൗഹീദുണ്ട്, സുന്നത്തുകളുണ്ട്, മറ്റൊരു ഭാഗം ബിദ്അത്തുകളാണെങ്കിൽ എന്ത് സമാധാനമാണുള്ളത്? ഒരു വീടുണ്ടാക്കിയാൽ പോലും, വീടുണ്ടാക്കുന്ന സന്ദർഭത്തിൽ പോലും കുറ്റിയടിക്കുന്നിടത്ത് നിന്ന് തുടങ്ങും പ്രശ്നം. അത് ഇന്ന ആൾക്കാരായിരിക്കണം, ഇന്ന രീതിയിലായിരിക്കണം. അതിനെന്താ മതപരമായി വല്ല രേഖയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതിന് വല്ല മേഖലയുണ്ടോ, മാതൃകയുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവിടെ ഇന്നത് ചൊല്ലണം, ഇന്നത് പറയണം, ഇന്നതാകണം എന്ന് പറഞ്ഞൊരു വിഭാഗം, അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഒരു വിഭാഗം. പ്രശ്നം തുടങ്ങിയില്ലേ? വീടൊക്കെ ഉണ്ടായി അതിലേക്ക് കയറിയിരിക്കുമ്പോ കുത്തുബിയത്ത് വേണമെന്നൊരു വിഭാഗം, അത് വേണ്ടാന്ന് മറ്റൊരു വിഭാഗം. ഒരേ വീട്ടിലെ മെമ്പർമാര്, പ്രശ്നമായില്ലേ? എന്ത് സമാധാനമാണ് ആ കുടുംബജീവിതത്തിൽ ഉണ്ടാവുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവരും തൗഹീദ് ഉള്ളവരായിരിക്കണം, എല്ലാവരും ഇത്തിബാഉ സുന്ന ഉള്ളവരായിരിക്കണം. എങ്കിലേ അവിടെ സമാധാനം ഉണ്ടാവുകയുള്ളൂ.
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യമാർക്ക് പറഞ്ഞു കൊടുത്ത ആദർശം, തന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത ആദർശം, തന്റെ മരുമക്കൾക്ക് പറഞ്ഞു കൊടുത്ത ആദർശം, അവർ കുടുംബമായി ജീവിച്ചപ്പോൾ ഏതൊരു സന്തോഷത്തിലും ഏതൊരു ആനന്ദത്തിലുമാണോ ഈ ലോകത്തും ഇനി ഇൻഷാ അല്ലാഹ് നാളെ പരലോകത്തും റളിയല്ലാഹു അൻഹും വറദു അൻഹു, ഏതൊരു മാർഗമാണോ അതാണ് നമ്മൾ ഓരോരുത്തരും പിൻപറ്റേണ്ടത്. അവർ ഓതിയത് ഓതുക, അവർ ചൊല്ലിയത് ചൊല്ലുക, അവർ വിശ്വസിച്ചത് വിശ്വസിക്കുക, അവർ പ്രവർത്തിച്ചത് പ്രവർത്തിക്കുക, അതിലേ നമുക്ക് വിജയമുള്ളൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ പഠിപ്പിക്കാൻ വന്ന നേതാവല്ലേ. ഒരാൾ മരിച്ചുപോയാൽ ഖബറിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അല്ലാഹനെ കുറിച്ച് ചോദിക്കും. അല്ലാഹു റബ്ബി എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ഈ നേരത്തെ വിശദീകരിച്ച് തൗഹീദ് ക്ലിയർ ആവണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം കാണിക്കുന്നു. ഈ വ്യക്തിയെ നിനക്ക് പരിചയമുണ്ടോ? ഇയാൾ ആരാണെന്ന് നിനക്കറിയുമോ? മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പറയും മുഹമ്മദുൻ റസൂലുള്ളാഹ്, അത് അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബിയാണ്. എങ്ങനെയാ നീ അറിഞ്ഞത്? മലക്കുകൾ ചോദിക്കുമ്പോ ബർസഖ് ലോകത്ത് ഖബർ ലോകത്ത് വെച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾ പറയുന്നു, മുഅ്മിനാത്തുകൾ പറയുന്നു, ഖറഅതു കിതാബല്ലാഹ്, അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്ത വിശുദ്ധ ഖുർആൻ അത് ഞാൻ ഓതിയിട്ടുണ്ട്. അത് പഠിപ്പിക്കാൻ ഞങ്ങളിലേക്ക് വന്ന പ്രവാചകനാണല്ലോ മുഹമ്മദ് നബി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വിട്ടേച്ചു പോയ വിശുദ്ധ ഖുർആൻ അത് ഞാൻ ഓതിയിട്ടുണ്ട്, ഞാനത് പഠിച്ചിട്ടുണ്ട്. ആമൻതു ബിഹി, ഞാൻ ആ ഓതിയത് പഠിച്ചത് വിശ്വാസമാക്കിയിട്ടുണ്ട്. അതിൽ കൃത്യമായ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. വഅമിൽതു ബിഹി, ആ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളാണ് വിശ്വാസപരമായും കർമ്മപരമായും എനിക്കുണ്ടായിട്ടുള്ളത്. അത് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, എന്തൊരു റാഹത്താണ്. അങ്ങനെ ബർസഖ് ലോകത്ത് മറുപടി പറഞ്ഞു കടക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് മഹാഭാഗ്യമല്ലേ? ഇന്ന് പലപ്പോഴും വിശുദ്ധ ഖുർആൻ മരിച്ചേടത്ത് ഓതാനുള്ള ഒരു ഗ്രന്ഥമായി മാറിയില്ലേ? എന്നിട്ടോ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ ഓതുന്നത് ഏതാണ്? ഞാൻ ഈ പറഞ്ഞ പല വരികളും പല ബൈത്തുകളും ഖുത്ബിയത്ത് ചൊല്ലിയിരിക്കുന്നവർ, ഹദ്ദാദ് ചൊല്ലിയിരിക്കുന്നവർ, റാത്തീബ് ചൊല്ലിയിരിക്കുന്നവർ, പല ഏടുകളും ചൊല്ലിയിരിക്കുന്നവർ, അള്ളാന്റെ കലാം പഠിക്കാനോ ഓതാനോ അതിലൂടെ പ്രതിഫലം നേടാനോ അത് പിൻപറ്റാനോ തയ്യാറാവാത്ത സമൂഹം. പ്രിയപ്പെട്ടവരെ, ഖുർആനിലേക്ക് മടങ്ങണേ. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ തണലിലുണ്ട്. ആ ക്ലാസ് നമ്മുടെ നാട്ടിൽ എന്നാണ് നടക്കുന്നതെന്ന് അന്വേഷിക്കണേ. ആഴ്ചയിൽ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ നമ്മുടെ നാട്ടിൽ അത് നടക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ഖുർആൻ പഠിക്കാൻ തയ്യാറാകും എന്ന ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയണേ. അതുകൊണ്ട് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. മറ്റുള്ളത് ചൊല്ലിപ്പാടിയിരുന്നത് കൊണ്ട് ദുനിയാവിലോ ആഖിറത്തിലോ നമുക്ക് മെച്ചമില്ല. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നഷ്ടമേ ഉള്ളൂ. ഇത് വെറുതെ പറയുന്നതല്ല, അത് നമ്മൾ ക്ലിയർ ആക്കുക. സ്വഹാബത്ത് എത്രമാത്രം ഈ വിഷയത്തിൽ സൂക്ഷ്മതയുള്ളവരായിരുന്നു അറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞോ അതങ്ങനെ തന്നെ അംഗീകരിക്കണം. അവിടത്തെ എതിരായി എന്തുണ്ടോ അതിനോട് അങ്ങേയറ്റം വിയോജിപ്പാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു ചരിത്ര സംഭവം ഓർമ്മിപ്പിക്കട്ടെ. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സുബഹി നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് അവിടെ. അങ്ങനെ യഥാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നേരം പുലർന്നു ഇങ്ങനെ പള്ളിയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. മസ്ജിദുൻ നബവിയുടെ മുറ്റത്തെത്തിയിരിക്കുകയാണ്. അപ്പോഴതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വെച്ച്, മദീന പള്ളിയിൽ വെച്ച്, മസ്ജിദുൻ നബവിയിൽ വെച്ച് സ്വഹാബിമാരോട് സംസാരിക്കുന്നതിനിടയ്ക്ക് ഈ ജിലിസ്, ഒരു സ്വഹാബി നിന്നപ്പോ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പള്ളിയിലേക്ക് എത്തിയിട്ടില്ല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മുറ്റത്തുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് ഈ ജിലിസ് നാട് കേട്ടപ്പോൾ അവിടെ ഇരുന്നു. സ്വഹാബിമാരുടെ സൂക്ഷ്മത ശ്രദ്ധിക്കണം. അദ്ദേഹം ഇരുന്നു എന്ന് മാത്രമല്ല, പിന്നെ എഴുന്നേൽക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലാസ് കഴിഞ്ഞു തന്റെ ഹുജറയിലേക്ക് തിരിച്ചുപോയി. സ്വഹാബത്ത് അവിടുന്ന് പിരിഞ്ഞുപോയി. ഏകദേശം ളുഹറിന്റെ സമയമായിട്ടുണ്ട്. ആ ബാങ്ക് കൊടുക്കാൻ സമയമാകുമ്പോൾ വെയിൽ ശക്തമാകുമല്ലോ.
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ വെയിലത്തും അവിടെ ഇരിക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വെയിലത്ത് ഇങ്ങനെ ഇരുന്ന് പ്രയാസപ്പെടുന്നത് പള്ളിയിലേക്ക് വരുന്ന മറ്റു സ്വഹാബിമാര് കണ്ടപ്പോ, ഇബ്നു മസ്ഊദ് എന്തിനാ ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്നത്, എഴുന്നേറ്റ് പോയി കൂടെ എന്ന് ചോദിച്ചപ്പോ, അങ്ങനെ എഴുന്നേൽക്കുകയില്ല, ഞാൻ ആരുടെ വാക്ക് കേട്ടുകൊണ്ടാണോ ഇവിടെ ഇരുന്നത് അയാൾ എന്നോട് എഴുന്നേൽക്കാൻ പറയാതെ ഞാൻ എഴുന്നേൽക്കുകയില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ ഇജ്ലീസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടാണ് ഞാൻ ഇരുന്നത്. അപ്പൊ സ്വഹാബിമാര് പറഞ്ഞു, അത് ഇന്ന ആളോട് ഇന്നൊരു സാഹചര്യത്തിൽ പറഞ്ഞ നിന്നോടല്ല, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്ലിസ് എന്ന് പറഞ്ഞപ്പോ എന്റെ ചെവിയിൽ കേട്ടു, ഞാൻ ഇരുന്നു. ഇനി ആ നബി പറയാതെ ഞാൻ എഴുന്നേൽക്കില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ വിഷയം സ്വഹാബിമാര് ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മസ്ജിദുൻ നബവിയിൽ നിന്ന് തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു, മുറ്റത്തേക്ക് വന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ കണ്ടു. യാ അബാ അബ്ദുറഹ്മാൻ ഖും വലക്കൽ ജന്ന. ഇബ്നു മസ്ഊദേ എഴുന്നേൽക്ക്, എന്റെ വാക്ക് കേട്ടാണല്ലോ നീ ഇരുന്നത്, ഇതാ ഞാൻ പറഞ്ഞിരിക്കുന്നു, എഴുന്നേൽക്ക്. നിന്റെ ഈ സൂക്ഷ്മതക്ക്, നിന്റെ ഈ പിൻപറ്റലിന് നിനക്ക് സ്വർഗമാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യത്തെ അങ്ങനെ തന്നെ അംഗീകരിക്കുകയാണ്. അത്രമാത്രം സൂക്ഷ്മത. സ്വഹാബിമാരിൽ ഒരു സ്വഹാബി തുമ്മിയപ്പോൾ അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് ഒന്ന് എക്സ്ട്രാ ഫിറ്റ് ചെയ്തു. അൽഹംദുലില്ലാഹ് എന്ന് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ അതാ മറ്റൊരു സ്വഹാബി ഓർമ്മപ്പെടുത്തുന്നു, അല്ല ചങ്ങാതി, ഇങ്ങനെയല്ലല്ലോ നമ്മുടെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്, അൽഹംദുലില്ലാഹ് എന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ സ്വഹാബിക്ക് ഓർമ്മയായി. അദ്ദേഹം ഒന്നുകൂടി ഉണ്ടാക്കി തുമ്മാൻ, അൽഹംദുലില്ലാഹ്. ആ സുന്നത്തിൽ ഉറച്ചു നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗത്തിലേക്ക്. എന്തേ? അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്നുള്ള നല്ല പദല്ലേ, സ്വലാത്തല്ലേ. പക്ഷേ അവിടെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ തന്നെ ചെയ്യുക. അതിനപ്പുറത്തേക്ക് കാടുകയറൽ, അതിനപ്പുറത്തേക്ക് പരിധിവിടൽ ഒരു മുസ്ലിമിന് പാടുള്ള സംഗതിയല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നു, സ്വഹാബത്ത് മൗമീമീങ്ങളായി നിസ്കരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പണിഞ്ഞുകൊണ്ടാണ് നിസ്കരിച്ചത്. മൗമീമീങ്ങളും ചെരുപ്പണിഞ്ഞുകൊണ്ട് നിസ്കരിച്ചു. സ്വഹാബ ആ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് തന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റി. സ്വഹാബത്തും അതേ നിസ്കാരത്തിൽ ചെരുപ്പ് അഴിച്ചു മാറ്റുന്നു. നിസ്കാരം കഴിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല നിങ്ങളെ കാര്യം എന്താ, നിങ്ങൾ എന്തിനാ ചെരുപ്പ് അഴിച്ചു മാറ്റിയത്? അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, നബിയെ നിങ്ങൾ ഇട്ടപ്പോ ഞങ്ങൾ ഇട്ടു, നിങ്ങൾ അഴിച്ചപ്പോ ഞങ്ങളും അഴിച്ചു, അതല്ലാതെ വേറൊന്നുമില്ല. ഇത്തിബാ ആണ് റസൂലേ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ കാലിലുള്ള ചെരുപ്പ് അതിൽ നജസുണ്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എനിക്ക് വഹീ തന്നു. ഞാൻ അതിന്റെ പേരിലാണ് ചെരുപ്പ് മാറ്റിവെച്ചത്. നിങ്ങളുടെ ചെരുപ്പിൽ അതില്ലല്ലോ, പിന്നെന്തിനാ നിങ്ങൾ അഴിച്ചു മാറ്റിവെച്ചത്? ഞാൻ അഴിച്ചു മാറ്റിവെക്കാൻ കാരണം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിക്കുകയാണ്. സ്വഹാബത്ത് നബിയെ അതേ രീതിയിൽ ഫോളോ ചെയ്യാണ്. ഇതാണ് സ്വഹാബത്തിന്റെ മാർഗം. ഇത് നമ്മുടെ വീട്ടിലെ ഓരോ മെമ്പർമാർക്കും ഈ വിഷയത്തിൽ ശ്രദ്ധ വേണം. രാവിലെയുള്ള ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അത് അതുപോലെ തന്നെ ചൊല്ലുക. അതിൽ എക്സ്ട്രാ കൂട്ടേണ്ടതില്ല, ബിദ്അത്തുകൾ കലർത്തേണ്ടതില്ല. വൈകുന്നേരമുള്ള ദിക്റുകൾ, അതുപോലെ തന്നെ നിത്യജീവിതത്തിലെ ഖുർആൻ പാരായണം, നിത്യജീവിതത്തിലെ സ്വതക്കകൾ, നിത്യജീവിതത്തിലെ അയൽപക്ക ബന്ധം, നിത്യജീവിതത്തിലെ നന്മകളുള്ള കുടുംബജീവിതം, കുടുംബ ബന്ധം, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട വ്യക്തിയുമായി ബന്ധപ്പെട്ട് മരണാനന്തര വിഷയങ്ങളിൽ എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അതിലെല്ലാം നമ്മൾ പ്രതിഫലം വാങ്ങുക. 2 ഖിറാത്ത് പ്രതിഫലമാണ്, അത് പൂർണ്ണമായും വാങ്ങാൻ നമ്മൾ നോക്കുക. ഒരു വ്യക്തി മരണപ്പെട്ടാൽ അയാളെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മരണാനന്തര കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. പലപ്പോഴും നമ്മുടെ നാട്ടിൽ മരിച്ച വീട്ടിൽ എന്തെല്ലാം അനാചാരങ്ങളാ. മരിച്ചയക്കാൻ ഓത്തു തുടങ്ങും സൂറത്ത് യാസീൻ. പിന്നെ കാണാം ഓരോരുത്തർ വന്ന് ദ്വാരക്കുന്നു, അൽഫാത്തി ഓതുന്നു, പാർസലാക്കുന്നു. ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ അതുപോലെ തന്നെ മയ്യത്ത് കുളിപ്പിക്കുന്നിടത്തും കഫൻ ചെയ്യുന്നിടത്തും ഒക്കെ ബിദ്അത്തുകൾ കടന്നു വരുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ആ മയ്യത്തുമായി യാത്ര പോകുമ്പോ, കൊണ്ടുപോകുമ്പോ ഉച്ചത്തിൽ ദിക്റുകൾ ചൊല്ലുന്നു, ബിദ്അത്തുകൾ ചെയ്യുന്നു.
അതുപോലെ തന്നെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോയി വെച്ചു നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും വുളൂ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ച് ആൾക്കാർ വരാണ്ട്. അപ്പൊ അതാ ഒരു കുല്ലല്ലാഹു ആയത് കുറച്ചങ്ങനെ ഓതുന്നു. പിന്നെ അതാ തബാറക് ഓതുന്നു. മയ്യത്തിനെ ഖബറിന് രക്ഷപ്പെടുത്താൻ വേണ്ടി. ജീവിതത്തിൽ ദുനിയാവിൽ ഹയാത്തിൽ ഒരാള് സൂറത്തു തബാറക് ഓതിയാൽ ആ 30 വചനങ്ങൾ അയാൾക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഹത്താ ഗുഫിറ ലഹ്, അയാൾക്ക് പുറത്തു കിട്ടോളം പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് ഓതി എന്ന് ഉറപ്പുവരുത്തണം പ്രിയപ്പെട്ടവരെ. അതാണ് നന്മയുള്ള ജീവിതം. അതല്ലാതെ മരിച്ചതിന് ശേഷം വേറുള്ളവർ ഓതിയാ കിട്ടൂല. ഷാഫി മദ്ഹബ് പ്രകാരം തന്നെ കിട്ടൂല. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്താൽ പ്രിയപ്പെട്ടവരെ ഈ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ അവിടെ അതാ അങ്ങനെയുള്ള ബിദഅത്തുകൾ ചെയ്യുന്നു. പിന്നെ തസ്ബീത്ത് ചൊല്ലുന്നു, അതിന്റെ കൂടെ തൽഖീൻ ഫിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പലതും നടക്കുന്നു. 3, 7, 14 ആണ്ട് ഇങ്ങനെ പലതും ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനാചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരു വ്യക്തി മരണപ്പെട്ടാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഒരു ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുന്നത്തായ മാർഗത്തിൽ ഏത് മാർഗമാണ് അത് കൃത്യമായി എൻ്റെ ഉപ്പക്ക്, എൻ്റെ ഉമ്മക്ക്, എൻ്റെ സഹോദരന്, എൻ്റെ സഹോദരിക്ക്, എൻ്റെ മകൾക്ക്, എൻ്റെ മകൻക്ക്, എൻ്റെ പേരക്കുട്ടിക്ക്, എൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമൂഹത്തിൽ അങ്ങനെയുള്ള കാര്യമാണ് നടക്കേണ്ടത് എന്ന് നമ്മൾ താല്പര്യപ്പെടണം. അത് ജനങ്ങൾ പഠിക്കണം, അതിലേക്ക് പാകപ്പെടണം. സർവ്വ ബിദ്അത്തുകളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണം. അങ്ങനെയാണെങ്കിൽ അൽഹംദുലില്ലാഹ് വിശ്വാസം ശരിയായി, അമലുകൾ ക്ലിയറായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് നമുക്ക് ക്ലിയറാക്കാൻ സാധിച്ചു. ആ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലെ വചനം ഓതിക്കൊണ്ട് പറഞ്ഞു തന്നതുപോലെ ഒരു നല്ല സമാധാനമുള്ള ജീവിതം നമുക്ക് ലഭിക്കും ദുനിയാവിൽ. ആഖിറത്തിൽ ഈ വിശ്വാസത്തിന്റെ ഈ പ്രവർത്തനത്തിന്റെ പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹത്താൽ മേത്തരം പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ വളരെ പെട്ടെന്ന് നമ്മൾ അല്ലാഹുവിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ. ആ യാത്രയെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രത്യേക രോഗത്തിന്റെ കാര്യമില്ല, നിർബന്ധമില്ല. ഒരറ്റാക്കിന്റെ കാത്തിരിപ്പിന്റെ ആവശ്യമില്ല. ക്യാൻസറോ കിഡ്നി പേഷ്യന്റോ ഒന്നും ആകേണ്ടതില്ല. മിനിയാന്ന് എന്റെ നാടിനടുത്ത് തിരൂർ തെക്കൻകുറ്റൂരിൽ നമ്മുടെ ആദർശ കുടുംബത്തിൽ, മുജാഹിദ് കുടുംബത്തിൽ 32 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, സാമ്പത്തികമായി നല്ല ശേഷിയുള്ള ഒരു കുടുംബമാണ്. ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ 32 വയസ്സിനുള്ളിൽ ഇവൻ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. 2 പ്രാവശ്യമാണ് അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് കാണാനും സംസാരിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. നല്ലൊരു വ്യക്തിത്വം. വിദേശത്തായിരുന്നു, കുടുംബസമേതം വിദേശത്താണ്. ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരു പനി ബാധിച്ചു. വേറെ ഒന്നുമില്ല, തലച്ചോറിന് അത് ബാധിച്ചു. 2-ാം ദിവസം തന്നെ മരണപ്പെട്ടു. വേറൊരു രോഗം അദ്ദേഹത്തിനില്ല. അവിടുന്ന് ജനാസ നിസ്കരിച്ചു നാട്ടിലേക്ക് കൊണ്ടുവന്നു. ഇവിടെയും 2 സ്ഥലങ്ങളിൽ ജനാസ നമസ്കാരം നടന്നു. ഇന്ന് പള്ളിക്കാട്ടിലാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും മരണമെന്ന ആ വാതിൽ കയറേണ്ടവരാണ്. തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെട്ട ട്രെയിനിൽ അടുത്ത സ്റ്റേഷനിൽ നിന്ന് ഒരു യുവാവ് അതിലേക്ക് പ്രവേശിക്കുന്നു ടിക്കറ്റ് എടുത്തിട്ട്. ആ യുവാവ് എടുത്ത ടിക്കറ്റ് അദ്ദേഹത്തിന്റെ നാട്ടിൽ ഏതാനും സ്റ്റോപ്പുകൾ കഴിഞ്ഞാൽ ഇറങ്ങാനുള്ള ടിക്കറ്റാണ്. അദ്ദേഹം ടിക്കറ്റ് എടുത്ത് കയറി കിട്ടിയ സീറ്റിൽ ഇരുന്നു. അദ്ദേഹത്തിന്റെ നാടെത്തിയിട്ട്, സ്റ്റോപ്പ് എത്തിയിട്ട് അദ്ദേഹം ഇറങ്ങുന്നില്ല. ആ ഇരുന്ന ഇരുപ്പിൽ മരണപ്പെട്ടിരിക്കുന്നു. തൊട്ടടുത്തുള്ള ആൾ അറിഞ്ഞിട്ടില്ല. ഇടതുഭാഗത്തും വലതുഭാഗത്തുമുള്ള തൊട്ടടുത്ത് യാത്ര ചെയ്യുന്നവർ അറിഞ്ഞിട്ടില്ല. വ്യത്യസ്തമായ സ്റ്റോപ്പുകളിൽ നിന്ന് തിരുവനന്തപുരം കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, കർണാകപ്പള്ളിയും കൊല്ലം ജില്ലയും എറണാകുളം ജില്ലയും തൃശൂരും അതുപോലെ തന്നെ മലപ്പുറവും കഴിഞ്ഞു, കോഴിക്കോടും കഴിഞ്ഞു, കാസർഗോഡും കഴിഞ്ഞു, മംഗലാപുരത്തെത്തി. അതിനിടയ്ക്ക് ഒരുപാട് യാത്രക്കാർ കയറിറങ്ങി. ഇവന്റെ അടുത്ത് വേറെ വന്നിരിക്കുന്നുണ്ട്, ഇറങ്ങിപ്പോകുന്നുണ്ട്. ഉറങ്ങുകയാണെന്ന് വിചാരിച്ച ആ വ്യക്തിയെ ആ ട്രെയിൻ ജീവനക്കാർ ട്രെയിൻ നിർത്തിക്കഴിഞ്ഞാൽ, സ്റ്റോപ്പായി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്യാനും അവിടെ തുടച്ചു വൃത്തിയാക്കാനുള്ള ക്ലീനിങ്ങിന്റെയും ഒക്കെ ആളുകൾ വന്നുകൊണ്ട് ഇവനെ വിളിക്കുകയാണ്. ഉറങ്ങിയതാന്ന് വിചാരിച്ച് അവനതാ മറിഞ്ഞു വീഴുന്നു.
ഇതാണ് മരണം എന്ന യാഥാർത്ഥ്യം. ആ വ്യക്തി ഒരിക്കലും ടിക്കറ്റ് എടുക്കുമ്പോ ഇതെന്റെ മരണയാത്രയിലേക്കുള്ള ഒരു ടിക്കറ്റാണെന്ന് ആ വ്യക്തി കണ്ടിട്ടില്ലല്ലോ, അറിഞ്ഞിട്ടില്ലല്ലോ. ഇതുപോലെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമ്മൾ ക്ഷണിക്കാതെ വരുന്ന അതിഥിയായ മരണം, ആ മരണത്തിന്റെ കവാടം തുറക്കപ്പെട്ടാൽ നമ്മൾ ഓരോരുത്തരും അതിലേക്ക് പ്രവേശിക്കേണ്ടി വരും. ഒരു പുതിയ വർഷത്തിന്റെ മുമ്പിൽ നമ്മളെല്ലാവരും കാലെടുത്ത് വെക്കാൻ നിൽക്കുകയാണ്. ഈ ഡിസംബർ മാസം അങ്ങ് അവസാനിച്ചു കഴിഞ്ഞാൽ 2024 ജനുവരി 1 വരികയാണ്. നമ്മുടെ യുവാക്കളും പുതിയ തലമുറയുമൊക്കെ ആ ന്യൂ ഇയറിനെ ആഘോഷിക്കാൻ വേണ്ടി എല്ലാ നിലക്കും ഒരുങ്ങി നിൽക്കുകയാണ്. സത്യവിശ്വാസികൾ ഈ രംഗത്ത് എന്താ ചിന്തിക്കേണ്ടത്? മുൻഗാമികൾ എന്താ ആലോചിച്ചത്? ഇത്തരം സന്ദർഭങ്ങളിൽ ഇസ്ലാമികമായിട്ട് ജനുവരി അല്ല ഒരു പുതിയ വർഷം തുടങ്ങുന്നത്, മുഹറം മാസമാണ്, പവിത്രമായ മുഹറം. പക്ഷേ ഭൗതിക കലണ്ടറിൽ, ഇംഗ്ലീഷ് കലണ്ടറിൽ ഡിസംബർ കഴിഞ്ഞാൽ ജനുവരി ഒരു പുതിയ വർഷമായി നമ്മൾ കാണുകയാണ്. ഇരിക്കട്ടെ, അങ്ങനെയുള്ള സന്ദർഭത്തിൽ മുഅ്മിനെ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? എന്റെ ആയുസ്സിൽ ഒരു വയസ്സ് കൂടി എനിക്ക് കൂടിപ്പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല 2024 എന്നെ ഇതാ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്കൊരു വയസ്സ് കൂടി എന്റെ ആയുസ്സിൽ എന്റെ അജൽ കാത്തിരിക്കുകയാണ്. ഞാൻ അവസാനമായി കുടിക്കേണ്ടുന്ന പാനീയം, ഞാൻ അവസാനമായി കഴിക്കേണ്ടുന്ന ഭക്ഷണം, ഞാൻ അവസാനമായി നടന്നെത്തേണ്ടുന്ന സ്ഥലം, ഞാൻ അവസാനമായി ധരിക്കേണ്ടുന്ന വസ്ത്രം, ഞാൻ അവസാനമായി ശ്വസിക്കേണ്ടുന്ന ശ്വസനം, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അജൽ എത്തുന്നവരെ നമ്മുടെ ആയുസ്സിൽ അതാ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞുപോയി. എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ എനിക്ക് നന്മകൾ എത്ര ചെയ്യാൻ കഴിഞ്ഞു, തിന്മകളാണോ എനിക്ക് പെരുകിയിട്ടുള്ളത്? ഇനിയുള്ള അവസരത്തിൽ ഞാൻ എന്ത് ചെയ്യണം? എങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത്? കഴിഞ്ഞുപോയ ജീവിതത്തിൽ വന്ന അപാകതകളെ വിലയിരുത്തി തിരുത്താൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, മഹാനായ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, സ്വഹാബിമാരിൽ പ്രഗൽഭനായ ഈ വ്യക്തി സ്വഹാബിമാരോട് പറയുകയാണ്, ഇതുപോലൊരു മുഹറം മാസം കടന്നു വന്നപ്പോ, മുസ്ലിമിന് ഒരു പുതിയ വർഷം വരികയല്ലോ, അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ഉപദേശിക്കുന്നു, നമ്മുടെ ആയുസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുതിയൊരു അവസരം തരുമ്പോ കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സത്യവിശ്വാസികൾ ചിന്തിക്കേണ്ടത് അത്തൗബത്തു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്തു മടങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്തു മടങ്ങണം. വിശുദ്ധ ഖുർആനിനെ എത്ര ഓതാൻ എനിക്ക് കഴിഞ്ഞു എന്റെ ആയുസ്സിൽ? ഇനി ഞാൻ എങ്ങനെയാണ് അതിനെ ഉപയോഗപ്പെടുത്തേണ്ടത് ചിന്തിക്കണം. മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് ഞാൻ നന്ദി ചെയ്യേണ്ടത്? അവരെ എങ്ങനെയാണ് ഞാൻ തൃപ്തിപ്പെടുത്തേണ്ടത്? എന്റെ ജീവിതത്തിൽ അതിനെനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇനി ഞാൻ എങ്ങനെയാണത് ശ്രദ്ധിക്കേണ്ടത്? അതുപോലെ തന്നെ മരണത്തെ ഓർത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങണം, അതെനിക്ക് സാധിക്കുന്നുണ്ടോ? ഈ ചിന്തകളെല്ലാം സത്യവിശ്വാസികൾക്ക് ഉണ്ടാകണമെന്നാണ്. പണ്ഡിതന്മാര് നമ്മെ ഉപദേശിക്കുകയാണ്, ചിന്തിപ്പിക്കുകയാണ്. ഒരുപാട് ദിവസങ്ങൾ, കാലങ്ങൾ എനിക്ക് കഴിഞ്ഞുപോയി. നിമിഷങ്ങൾ മണിക്കൂറുകളായി, അതാഴ്ചകളായി, അതതാ മാസങ്ങളായി, വർഷങ്ങളായി, കാലം അങ്ങനെ എനിക്ക് കടന്നുപോയി. എനിക്ക് നേടാൻ കഴിഞ്ഞത് പാപങ്ങൾ മാത്രം. നന്മകൾ ചെയ്യാൻ, അത് കരസ്ഥമാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ. മരണത്തിന്റെ ലക്ഷണങ്ങളെല്ലാം സന്ദേശവാഹനായി എന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് മരണവാർത്തകൾ ഞാൻ അറിയുന്നുണ്ട്. മരിക്കുമെന്ന ബോധം പല രീതിയിൽ അല്ലാഹു ചിന്തിപ്പിക്കുന്നുണ്ട്. ആ സന്ദേശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഹൃദയം അശ്രദ്ധയിലാണ്. ഇപ്പോഴൊന്നും ഞാൻ മരിക്കൂല എന്ന് മനുഷ്യൻ വിചാരിക്കുകയാണ്. അശ്രദ്ധയിൽ അതാ മരണബോധത്തെ തള്ളിവിടുകയാണ്. എന്നിട്ട് ദുനിയാവിൽ ഇങ്ങനെ സുഖിച്ച് ജീവിക്കുകയാണ്. ഹറാമിലാണ്, അശ്രദ്ധയിലാണ്. നഈമുക ഫിദ്ദുനിയാ സുറൂറുൻ വഹസ്റത്തുൻ വഐശുക ഫിദ്ദുനിയാ മഹാലുൻ വബാതിലു. കുറേ സന്തോഷങ്ങളുണ്ട്, പല ദുഃഖങ്ങളുമുണ്ട്.
അങ്ങനെ ദുനിയാവ് ഇങ്ങനെ നടന്നു പോകുമ്പോ, ദുനിയാവിൽ ഇങ്ങനെ കഴിച്ചുകൂട്ടുമ്പോ ഹറാമുകൾ ധാരാളമുണ്ട്, പലതും ഗൗനിക്കാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യ, നീ ചിന്തിച്ചോ, തുഅമ്മിലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. എന്നും നിന്നെ ഈ ദുനിയാവ് വഹിച്ചു കൊണ്ടുപോകുമെന്ന് നീ വിചാരിക്കേണ്ടതില്ല. നിനക്കെങ്ങാനും രാത്രിയായി കഴിഞ്ഞാൽ ആ രാത്രി നീ ഉറങ്ങുമ്പോൾ എനിക്ക് നേരം പുലരും എന്നൊരിക്കലും വിചാരിക്കേണ്ടതില്ല. ആ രാത്രിയിൽ നിനക്ക് മരണം സംഭവിച്ചേക്കാം. വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ് ദഹരി. എത്ര ആരോഗ്യവാന്മാരാണ് ഒരു കാരണവും കൂടാതെ, ഒരു രോഗവും കൂടാതെ പെടുന്നനെ മരിച്ചുപോയത്. വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ് ദഹരി. എന്നാൽ എത്ര ആളുകളാണ് അങ്ങേയറ്റം രോഗത്തിലാണ്, കഷ്ടപ്പാടിലാണ്. ശ്വാസമതാ പൈസ കൊടുത്തുകൊണ്ട് ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, മൂത്രമതാ ബാഗിലേക്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ ഇൻസുലിൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, കിഡ്നിക്ക് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളതാ കട്ടിലിലാണ്, വിശ്രമത്തിലാണ്. ഇന്ന് മരിക്കും നാളെ മരിക്കും എന്ന് വിചാരിച്ച പലരും അതാ കാലങ്ങളോളം ഇവിടെ ജീവിക്കുകയാണ്, രോഗികളാണ്, മരണചിന്തയുണ്ട്. പക്ഷേ അള്ളാന്റെ വിളി വന്നിട്ടില്ല. ഒരു രോഗവുമില്ല, ഒരു കാരണവുമില്ലാതെ പൊടുന്നനെ അതാ മരിച്ചു പോകുന്നു ആരോഗ്യവാന്മാർ. ഞാൻ ഈ പറഞ്ഞ സഹോദരനില്ലേ തെക്കൻകുറ്റൂരിലെ നമ്മുടെ ആദർശ കുടുംബത്തിലെ പാവപ്പെട്ട ആ സഹോദരൻ മരിച്ചുപോയി. അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ, കബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും 2 മക്കൾക്കും അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വല്യമ്മ വർഷങ്ങളായി രോഗിയായി കിടപ്പിലാണ് കേട്ടോ. ആ വല്യമ്മ അവിടെ ഇരിക്കെ വല്യമ്മയെ ബാക്കിയാക്കി ആ പേരക്കുട്ടി യാത്രയായില്ലേ. ഇത് ഒട്ടുമ്മലുള്ള നമുക്കും സമീപങ്ങളിൽ ജീവിക്കുന്ന നമുക്കും ഒരു പാഠമാണ്. ഇതുപോലെയാണ് മരണമെന്ന യാഥാർത്ഥ്യം എപ്പോഴാണ് നമ്മളിലേക്ക് വരിക എന്ന് ഒരാൾക്കും അറിയില്ല കേട്ടോ. പക്ഷെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താ? 3 ദിവസം മുമ്പ് കോഴിക്കോട് നിന്നൊരു വാർത്ത അറിഞ്ഞു, നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ സമൂഹം ഇത് മറന്നിരിക്കുന്നു, മരണം മറന്നിരിക്കുന്നു, അള്ളാനെ മറന്നിരിക്കുന്നു, ജീവിതത്തിൽ തിന്മകൾ നിറഞ്ഞു പോയിരിക്കുന്നു. കോഴിക്കോട്, അതേ പ്രിയപ്പെട്ടവരെ, ആ കോഴിക്കോട് പാവപ്പെട്ട ഒരു യുവാവ്, അവൻ ഭിന്നശേഷിക്കാരനാണ്, സ്വന്തമായി അധ്വാനിക്കാൻ കഴിവില്ല. അവനതാ യാചിച്ചുകൊണ്ടാണ് തന്റെ കുടുംബത്തെ പോറ്റുന്നത്. ആ യാചന നടത്തി രാവിലെ മുതൽ ഉച്ചവരെ യാചന നടത്തിയിട്ട് അവന്റെ കീശയിലേക്ക്, സഞ്ചിയിലേക്ക് ശേഖരിച്ച പണമില്ലേ, അത് ചെറുപ്പുളശ്ശേരിക്കാരൻ മറ്റൊരു യുവാവ് അവനെ അടിച്ചു വീഴ്ത്തിയിട്ട്, കൂടെ ഓടാൻ സാധ്യമല്ല, ഭിന്നശേഷിക്കാരനാണെന്ന് മനസ്സിലാക്കി അടിച്ചു വീശിയിട്ട് അവന്റെ പണമെടുത്ത് ഓടുകയാണ്. ബുദ്ധിമാനായ ഒരു ഓട്ടോ ഡ്രൈവർ ഇത് കാണുകയും പിന്നാലെ ഓടിപ്പിടിക്കുകയും പോലീസിലേൽപ്പിക്കുകയും ചെയ്യുമ്പോ ഈ മുസ്ലിം ഉമ്മത്തിലെ ചില ചെറുപ്പക്കാർ കബളിപ്പിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുന്നു. പൈസ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന ബോധം പോലും മനുഷ്യൻക്കില്ല. ഭിന്നശേഷിക്കാരനായ മനുഷ്യനെ അടിച്ചു വീഴ്ത്തി ആ പാവത്തിന്റെ ജീവിതത്തിലേക്ക്, ആ പാവത്തിന്റെ ഭാര്യയെ, മക്കളെ പോറ്റാൻ, ആ പാവത്തിന്റെ ഉമ്മയെ ഉപ്പയെ പോറ്റാൻ അവൻ റിസ്ക്കായി കാണുന്ന മേഖലയിലേക്ക് ഇറങ്ങിയിട്ട് അന്ന് ശേഖരിച്ചത് മുഴുവൻ അവനെ അടിച്ചു വീഴ്ത്തി അവന്റെ പണം അപഹരിച്ചുകൊണ്ട് ഓടുക എന്ന് പറഞ്ഞാൽ അവൻക്കുമില്ലേ മരണം, അവനെയും ഇല്ലേ ഖബർ കാത്തിരിക്കുന്നു, അവൻക്കുമില്ലേ ഒരു രക്ഷിതാവ്, അവൻക്കുമില്ലേ ഒരു ബർസഖ്, അവൻക്കുമില്ലേ റബ്ബിന്റെ വിചാരണ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? മുവഹിദിന് അതിന് സാധ്യമാണോ? അള്ളാഹിനോട് സ്നേഹമുള്ളവൻക്ക് അതിന് സാധ്യമാണോ? മരണചിന്തയുള്ളവൻക്ക് അതിന് സാധ്യമാണോ? ഇല്ല. കഷ്ടപ്പാട് എത്ര ഉണ്ടായാലും വഞ്ചിക്കുകയില്ല, കക്കുകയില്ല, മോഷ്ടിക്കുകയില്ല. അള്ളാഹുവോട് തഖ്വ കാണിച്ചുകൊണ്ട് റിസ്ക്കിന് വേണ്ടി അപേക്ഷിക്കും, റിസ്ക്കിന് വേണ്ടി ക്ഷമയോടെ ഇറങ്ങി പുറപ്പെടും, പ്രയത്നിക്കും, വീണ്ടും പ്രയത്നിക്കും, വീണ്ടും പ്രയത്നിക്കും, അള്ളാഹുവോട് പ്രാർത്ഥിക്കും. അതല്ലേ മുഅ്മിൻ ചെയ്യേണ്ടത്? അതുപോലെ തന്നെ അതേ കോഴിക്കോട് ജില്ലയിൽ ഒരു യുവാവിനെ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുവന്ന് അവനെ വെട്ടിക്കൊന്നു. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, നമ്മുടെ സമൂഹത്തിലെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുൽമുകൾ.
അതുപോലെ തന്നെ അതേ കോഴിക്കോട് ടൗണിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഒരു മരണം സംഭവിച്ചു. ഒരു വിദ്യാർത്ഥിയും സുന്ദരമായ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ സിറ്റി ബസിന്റെ മൂട്ടിലേക്ക് പോയി ഇടിച്ചു. അതിന്റെ ഉള്ളിലേക്ക് തെറിച്ചു വീണു. രണ്ടാളും മരണപ്പെട്ടു. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനമായി അവരുടെ വാക്കെന്താ? ഇവൻ ഇവളോട് വിട്ടിരിക്കുകയാണ്, നിങ്ങൾ എന്നെ കെട്ടണട്ടോ. അവന്റെ വാക്കോ തീർച്ചയായും കെട്ടിയിരിക്കും. അപ്പൊ കെട്ടിയിട്ടില്ല, നിക്കാഹ് നടന്നിട്ടില്ല, കമിതാക്കളാണ്. ഹറാമിന്റെ യാത്രയിൽ അപകടം സംഭവിച്ചിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലും ഇത്തരം മരണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ലേ? പ്രിയപ്പെട്ടവരെ, എവിടേക്കാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്? 6ാം ക്ലാസ്സുകാരനായ ഒരു വിദ്യാർത്ഥി സ്കൂളിലേക്ക് പോകുന്നുണ്ട്. യൂണിഫോം ധരിച്ചിട്ടുണ്ട്, ബാഗുണ്ട്, സ്കൂളിലേക്ക് പോകുന്നുണ്ട്. ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഒരടയാളവും അവനിൽ ഒരു വ്യതിയാനവും സംഭവിച്ചിട്ടില്ല. പക്ഷേ അവന്റെ കയ്യിൽ 500ന്റെ തിളങ്ങുന്ന നോട്ടുകൾ ചില ആളുകൾ ശ്രദ്ധിച്ചപ്പോ ആ കുട്ടി സ്കൂളിൽ പോയി ഇന്റർവെൽ സമയത്ത് പുറത്തേക്ക് വരുന്നു. അവനെ ഫോളോ ചെയ്തപ്പോ അവൻ പോകുന്നത് സ്കൂളിന്റെ സൈഡിലെ കാട്ടിലേക്കാണ്, കുറ്റിക്കാട്ടിലേക്കാണ്. അവിടെ അവനെ കാത്തിരിക്കുന്ന ഏതാനും ആളുകളുണ്ട്. അവർ കൊടുക്കുന്ന പൊതി അവൻ വാങ്ങുകയാണ്. എന്നിട്ട് അവർ പറയുന്നിടത്തേക്ക് അത് എത്തിച്ചു കൊടുക്കുകയാണ്. പാവം 6ാം ക്ലാസ്സിലെ ഈ ചെറുപ്പക്കാരനായ വിദ്യാർത്ഥിക്ക് എന്താണ് ഞാൻ ഈ കൊണ്ടുപോകുന്നത്, ആരാണ് എനിക്കിത് തരുന്നത് എന്നൊന്നും അറിയുന്നില്ല. ആ തിളങ്ങുന്ന 500ന്റെ നോട്ടേ അവന്റെ മനസ്സിലുള്ളൂ. അവൻക്ക് കുറച്ച് ലൈസ് വാങ്ങണം, അവൻക്ക് കുറച്ച് അവൻ്റെതായ ആവശ്യങ്ങളുണ്ട്. അതിന് വളരെ പെട്ടെന്ന് എനിക്ക് തരുന്ന ഈ പണം അവൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ആ കുട്ടിയെ അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ ബ്രൗൺ ഷുഗർ വിതരണം ചെയ്യാണ്, ലഹരി വിതരണം ചെയ്യാണ്. അതിന്റെ കരിയറായി മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളും സ്കൂളിലേക്ക് പോകുന്നവരല്ലേ? നമ്മൾ സുരക്ഷിതരാണോ? നമ്മുടെ മക്കൾ സുരക്ഷിതരാണോ? +2 കാരിയായ പെൺകുട്ടി അവളുടെ സ്ഥാപനത്തിൽ ബോധം കെട്ട് വീണ് കിടക്കുകയാണ്. കുറച്ച് കാറ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് അവളെ വരാന്തയിലേക്ക് വിളിച്ചു കിടത്തി അധ്യാപകരും നാട്ടുകാരും ചേർന്ന്. അവളുടെ ശരീരത്തിലെ ഷൂ അഴിച്ചു, അവളുടെ ഷോക്സ് അഴിച്ചു. അപ്പയതാ കാലിനടിയിൽ ബ്ലേഡ് വെച്ച മുറിവ്, ആ രക്തം വരുന്നിടത്ത് സ്റ്റാമ്പ് വെച്ചിരിക്കുന്നു. ലഹരിയാണ്. അതിന്റെ മസ്ത് തലയിൽ കയറിയിട്ടായി ഇവൾ വീണിട്ടുള്ളത്. നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? മാരകമായ സിന്തറ്റിക് ലഹരിയാണ് MDMA എന്ന് പറയുന്ന സിന്തറ്റിക് ലഹരി. ആ ലഹരി നമ്മുടെ മക്കൾ ഒരു ചെറിയ അളവ് ഉപയോഗിച്ചാൽ പോലും 24 മണിക്കൂർ പിന്നെ അവരുടെ ബുദ്ധി മരവിച്ചുപോയി. ആ കുട്ടിക്ക് പിന്നെ എന്തൊക്കെയാ സംഭവിക്കുന്നത് ഒരാൾക്കും അറിയില്ല. പിന്നെ ബോധം വന്നാലോ ആ സാധനം ആദ്യം കിട്ടണം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു തരം വിഭ്രാന്തിയാണ്. അത് കിട്ടുന്നിടത്തേക്ക് എത്തും, പിന്നെ അതിന് പണം കൊടുക്കേണ്ടി വരും. ആ പണം കണ്ടെത്താൻ അവൾ പലതും ചെയ്യും, അത് വിൽപ്പന നടത്തും. എന്തെല്ലാം സംഭവങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മരണചിന്ത മറന്നുകൊണ്ട് സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ മിനിയാന്ന് നമ്മൾ കേട്ട മറ്റൊരു വാർത്തയാണ്. തലശ്ശേരിയിൽ മാഹിക്കും തലശ്ശേരിക്കും ഇടയിൽ കോളിബസാർ സ്വദേശിനി മുസ്ലിം സമൂഹത്തിലെ ഒരു പെൺകുട്ടി ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മദ്യലഹരിയിൽ രാത്രിയിൽ കാറോടിച്ച് പലർക്കും അപകടമുണ്ടായി. അവളുടെ കാറോട്ടൽ പലർക്കും തടസ്സമായി, റോഡ് ബ്ലോക്കായി. വനിതാ പോലീസ് ഇടപെട്ടു. ആ പോലീസിനെ അടിക്കുന്നു. അവളോട് ദേഷ്യപ്പെട്ട ആണുങ്ങളെ അവൾ അടിക്കുന്നു. പർദ്ദയിട്ട ഒരു പെൺകുട്ടി മദ്യപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവളെ സംബന്ധിച്ചിടത്തോളം റസീന എന്നാണ് അവളുടെ പേര്. ആ പെൺകുട്ടി ഇതിനു മുമ്പും ഇതുപോലുള്ള കോപ്പടാട്ടങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പോലീസ് പിടിച്ചുകൊണ്ടുപോകുമ്പോ നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാരികളുടെ അവസ്ഥ എന്താണ്? എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇത് ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ലഹരി നമ്മുടെ കുടുംബങ്ങളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആളുകളെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, തിന്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവർക്കുമില്ലേ മരണം? ഇവർക്കുമില്ലേ മരണം? ഇവർക്കുമില്ലേ ഖബർ? ഇവർക്കുമില്ലേ നാളെ പരലോകത്ത് റബ്ബിന്റെ അടുക്കലേക്ക് ഒരു മടക്കം? സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ ഗൗരവത്തിൽ കാണേണ്ടുന്ന വിഷയമല്ലേ? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥകളാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, മതത്തോടൊരു തരം വെറുപ്പ്. ഇതുകൂടി പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കുകയാണ് ഞാൻ.
മതത്തോടുള്ള വെറുപ്പ് നമ്മുടെ ക്യാമ്പസുകളിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്ര ചിന്തകൾ വളർന്ന് വളർന്ന് മതത്തോട് വെറുപ്പ്. ഈ അടുത്ത് ഒരു മുസ്ലിം പെൺകുട്ടി, ഒട്ടുമൽ ബീച്ചിൽ വെച്ച് ഞാൻ പറയട്ടെ, വിഷമമുണ്ട് എനിക്ക് പറയാൻ, മുസ്ലിം തറവാട്ടിൽ ഒരു പെൺകുട്ടി ഒരു ദീനീ സദസ്സ് നടക്കുമ്പോ അവളൊരു ചോദ്യം ചോദിക്കാണ്, ഈ മതത്തോട് എനിക്ക് വെറുപ്പ് വരുന്നു, ഈ മതം എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. എന്താ അവള് കാരണം പറഞ്ഞത്? അവളുടെ ഉമ്മാമ മരണപ്പെട്ടു. ആ ഉമ്മാമ മരണപ്പെടുന്നതിന് മുമ്പ് ആ ഉമ്മാമയെ സംബന്ധിച്ചിടത്തോളം ആ ഉമ്മാമയെ കുളിപ്പിച്ചതും വൃത്തിയാക്കിയതും ശുശ്രൂഷിച്ചതും ഇവളും ഇവളുടെ മാതാവുമായിരുന്നു. അങ്ങനെ ആ ഉമ്മാമ മരണപ്പെട്ടപ്പോ ഉമ്മാമക്ക് വേണ്ടി ജനാദ നിസ്കരിക്കുന്ന സമയത്ത് ഇവൾക്കപ്പോൾ ഹൈലാണ്, മെൻസസ് ആണ്. അപ്പോ കുടുംബക്കാരൊക്കെ പറഞ്ഞു, നീ നിസ്കരിക്കാൻ പാടില്ല. അവൾ ചിന്തിക്കുന്നു, ആ വീട്ടിലെ ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ പേരക്കുട്ടിയായ ആൺകുട്ടിക്ക് പോലും ഉമ്മാമാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ സമ്മതമുണ്ട്. ഇതുവരെ കുളിപ്പിച്ച വൃത്തിയാക്കിയ ശുശ്രൂഷിച്ച എനിക്ക് എന്റെ മതം നിസ്കരിക്കാൻ സമ്മതിക്കുന്നില്ല, ഈ മതം എനിക്ക് വേണോ? ഇതാണ് അവൾ ചോദിക്കണേ. നമ്മളെ കുട്ടികൾ അവിടെ എത്തിയിട്ടുണ്ട്. നല്ല മക്കനുണ്ട്, ദീനുണ്ട്, നമ്മൾ വിചാരിക്കുന്നുണ്ട് മുസ്ലിം തറവാട്ടിലാണ്, ഞാൻ ജനിപ്പിച്ചതാണ്, എന്റെ കുട്ടിയാണ്, ഞാൻ മദ്രസ കൊണ്ടാക്കിയിട്ടുണ്ട്, അതെ അതെ, നമ്മൾ അങ്ങനെയൊക്കെയാണ് വിചാരിക്കണേ. പക്ഷെ പല കലാലയങ്ങളിലും പോയി തിരിച്ചു വരുന്ന നമ്മുടെ മക്കൾ ഇങ്ങനത്തെ തെറ്റായ വിശ്വാസങ്ങളിലേക്കും ചിന്തകളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. ആ പരിപാടിയിൽ കൊടുത്ത ഉസ്താദിന്റെ മറുപടി അവൾക്ക് തൃപ്തമല്ല. അവൾ അസ്വസ്ഥമായി ഇരിക്കുകയാണ്. എടോ സഹോദരി, നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് നമസ്കാരം പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞ സമയത്ത് പ്രകൃതിപരമായി അള്ളാഹു നിനക്ക് തന്ന ഒരു ദുർബലതയാണത്. ആ പ്രകൃതിപരമായി സ്ത്രീകൾക്കുള്ള ഈ സംഗതിയിൽ നിസ്കരിക്കണ്ടെന്ന് അള്ളാഹ് മതവിധിയായി നിശ്ചയിച്ചാൽ നിസ്കരിക്കാതിരിക്കൽ അള്ളാഹിനോടുള്ള ഇത്താഅത്താണ്, നിനക്കതിന് പ്രതിഫലമാണ്. നമസ്കാരമുള്ള സമയത്ത്, ശുദ്ധിയുള്ള സമയത്ത് നീ നിസ്കരിക്കണമെന്ന് പറയുമ്പോൾ അപ്പോൾ നീ നിസ്കരിക്കുന്നത് അള്ളാഹുവിനുള്ള ഇത്താഅത്താണ്, അനുസരണമാണ്, നിനക്ക് നിർബന്ധമാണ്, അതും നിനക്ക് കൂലിയാണ്. അതുകൊണ്ട് നിന്നെ പോലെ ആ അശുദ്ധിയുള്ള ഏതൊക്കെ സ്ത്രീകളുണ്ടോ അത് നിന്റെ മാത്രം വിഷയമല്ല, അവർക്കൊക്കെ ഫർളായ നിസ്കാരങ്ങൾ വരെ തടയപ്പെടുന്ന സമയമാണ്. പിന്നെണ്ടോ ആരെങ്കിലും നിസ്കരിച്ചാൽ എല്ലാവരും രക്ഷപ്പെടുന്ന ഫർളു കിഫായയിൽപ്പെട്ട ജിനാദ നിസ്കാരം. അതുകൊണ്ട് നിന്റെ ഉമ്മാമാക്ക് വേണ്ടി നീ പ്രാർത്ഥിക്ക്. നിന്റെ മനസ്സിലെ ആത്മാർത്ഥമായ പ്രാർത്ഥന അത് ഉമ്മാമാക്ക് ഗുണം ചെയ്യും. ഉമ്മാമ മരിച്ചുപോയ ആ ദീനിൽ നീ കൂടുതൽ അതിലേക്ക് കടന്നുവാ. ആ ഉമ്മാമ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും നീ ഓർക്ക്. ആ ഉമ്മാമയുടെ കൂട്ടുകാരിയെ നീ ആദരിക്ക്. ആ ഉമ്മാമയുടെ പേരിൽ ഉമ്മാമക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നീ ചെയ്യ്. അതല്ലേ ആ സഹോദരി ചെയ്യേണ്ടത്. അതാ സഹോദരിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. വലാ തർതദ്ദൂ അലാ അദ്ബാരിക്കും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ ഒരു ആയത്താണ്. ആ ആയത്തിൽ അല്ലാഹു പറയുന്നത്, ബനൂ ഇസ്രായേലരെ ഫിർഔനിൽ നിന്ന് ചെങ്കടൽ കടത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിന്റെ മണ്ണിലേക്ക് എത്തിച്ചു. ഇനി ആ പരിശുദ്ധ മണ്ണ് പിടിക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ നിന്ന് പ്രയത്നിക്കണം. ആ മതവിധി അള്ളാഹു പറഞ്ഞതിന് ശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഈ മതവിധിയിൽ നിന്ന് പുറത്തോട്ട് പോകാൻ പാടില്ല, പിന്തിരിയാൻ പാടില്ല. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലാ പറയുകയാണ്, ഈ വചനം അന്ന് മൂസാ നബിക്കും സമൂഹത്തിനുമുള്ള ബാധ്യതയാണെങ്കിൽ ഈ വചനം ഇന്നും നമ്മൾ അമലാക്കേണ്ടതാണ്. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖദ്ഉൽ ഇസ്ലാം, ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന ഒരു സംഗതിയും സത്യവിശ്വാസികൾക്ക് പാടില്ല. നിയ്യത്ത് കുഫർ കൊണ്ടോ അതല്ലെങ്കിൽ ഒരു നിയ്യത്ത് കുഫറിൻ്റെതായ അവിശ്വാസത്തിൻ്റെതായ വല്ല വിചാരമോ ഉദ്ദേശമോ അങ്ങനെയുള്ള വാക്കുകളോ അങ്ങനെയുള്ള പ്രവർത്തനമോ ഉണ്ടായാൽ പോലും അള്ളാഹു ഹലാലാക്കിയത് ഹറാമാക്കുന്ന അവസ്ഥ ഉണ്ടായാൽ അള്ളാഹ് ഹറാമാക്കിയത് ഹലാലാക്കുകയും അള്ളാഹ് ഹലാലാക്കിയത് ഹറാമാക്കുകയും അങ്ങനെയാണ് കൃത്യമായി നമ്മൾ അംഗീകരിക്കേണ്ടത്. അതിനെതിരായ സംഗതി ചെയ്തുകൊണ്ട് ആരെങ്കിലും പോയാൽ, അതുപോലെ തന്നെ ഇസ്ലാമിനെ പരിഹസിച്ചാൽ, അത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അതുപോലെ തന്നെ പരിഹാസമായി അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായോ അവിശ്വാസത്തിന്റെ ഭാഗമായോ ആ രീതിയിൽ പരിഹാസങ്ങൾ ദീനിന്റെ വിഷയത്തിൽ വന്നാൽ ഇസ്ലാമിനെ മുറിച്ചു കളഞ്ഞു, അത് പുറത്തു കണ്ടുപോയി.
അത് നിസ്സാരമായി കാണാൻ പാടില്ല എന്നർത്ഥം. നമ്മുടെ സമൂഹത്തിലെ കുറെ മക്കള് കോളേജ് വിട്ട് ഇങ്ങനെ വരുമ്പോ ചില ആൾക്കാർ ഇങ്ങനെ ഇന്റർവ്യൂവിന് നടക്കണം. നമ്മളെ സമൂഹത്തിലെ കുട്ടികളെ ഇന്റർവ്യൂ ചെയ്യാൻ വല്ലാത്ത താല്പര്യം ചില ആൾക്കാർക്ക്. അങ്ങനെ ചോദിക്കുന്ന ചോദ്യത്തിൽ ഒരു ചോദ്യമായിരുന്നു UCC, അതായത് ഏക സിവിൽ കോഡ് ഇവിടെ നടപ്പിലാക്കണോ നടപ്പിലാക്കണ്ടേ? ആ ചൂടായ തർക്കം അങ്ങനെ നടക്കുന്ന സമയത്ത് മുസ്ലിം പെൺകുട്ടികളോട് ഇങ്ങനെ ചോദ്യം. ഞാൻ ശ്രദ്ധിച്ചപ്പോ 7 ആളുകളോട് ഇങ്ങനെ മൈക്ക് കൈമാറി ഇങ്ങനെ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. അതിൽ 6 മുസ്ലിം സ്ത്രീകളും പെൺകുട്ടികൾ, നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികൾ പറയുന്നത് എന്താണെന്നറിയോ? എന്തായാലും ഏക സിവിൽ കോഡ് വരണം എന്നുള്ള അഭിപ്രായമാണ്. കാരണം ഞങ്ങൾക്ക് ഇപ്പൊ സ്വത്ത് പകുതിയുള്ളൂ, ഞങ്ങൾക്ക് അതുപോലെ പൂർണ്ണമായും കിട്ടണം. ആകെ സ്വത്തേ ചിന്തിക്കണുള്ളൂ. ഒരു പെൺകുട്ടി, അൽഹംദുലില്ലാ, ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ ദീനിന്റെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ദഅവ സംരംഭങ്ങളിൽ ഏതെങ്കിലും ദഅവ സംരംഭത്തിൽ അവൾ സാക്ഷിയായിട്ടുണ്ടാകും. അവൾ ദീൻ പഠിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടി വളരെ തൻ്റെടത്തോടെ പറഞ്ഞു, എനിക്കിതിനോട് യോജിപ്പില്ല, ഏക സിവിൽ കോഡിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഓരോ മതസ്ഥർക്കും അവരുടെ മതവിശ്വാസം അനുസരിച്ചുകൊണ്ടുള്ള അവരുടെ ശരീഅത്ത് പ്രകാരമുള്ള കാര്യങ്ങളാണ് നിയമമായി ഇവിടെ ഉള്ളത്. വിവാഹത്തിന്റെ വിഷയമാവട്ടെ, തൊലാഖിന്റെ വിഷയമാവട്ടെ, അനന്തരാവകാശ വിഷയമാവട്ടെ, അതെല്ലാം ആ നിലക്കാണുള്ളത്. ഏക സിവിൽ കോഡ് വന്നാൽ അത് ഓരോ വിശ്വാസികളെയും വ്രണപ്പെടുത്തലാകും. മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മുമ്പ് സംസാരിച്ച ഞങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട ഈ പെൺകുട്ടികളുടെ അഭിപ്രായമല്ല ഉള്ളത്. സ്വത്തിന്റെ വിഷയത്തിൽ എനിക്ക് എന്നെപ്പോലുള്ള സ്ത്രീകൾക്ക് സഹോദരങ്ങളെക്കാൾ കുറവാവാൻ കാരണം, പകുതിയാവാൻ കാരണം, അവർക്ക് അല്ലാഹു ഇരട്ടി കൊടുക്കാൻ കാരണം, മതപരമായി അതിന് കാരണമുണ്ട്. എന്റെ ഉപ്പ എന്നെ വിവാഹം ചെയ്തു തന്നു. എന്റെ ഉപ്പ മരണപ്പെട്ടു, ഉമ്മ മരണപ്പെട്ടു. എന്റെ ഭർത്താവ് തൊലാക്ക് ചൊല്ലുകയോ ഭർത്താവ് മരണപ്പെടുകയോ ഒക്കെ ചെയ്താൽ വീണ്ടും ഞാൻ മടങ്ങി വരാനുള്ളത്, എന്റെ സംരക്ഷണം ഏറ്റെടുക്കാനുള്ളത് എന്റെ സഹോദരനാണ്. ആ സഹോദരനെ എന്റെ റബ്ബ് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ പല സന്ദർഭങ്ങളിലായി പല ഉത്തരവാദിത്തങ്ങളും ആണ് എന്നുള്ള നിലക്ക് അള്ളാഹു ഏൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നേക്കാൾ ഇരട്ടി എന്റെ സഹോദരൻ അള്ളാഹു നിശ്ചയിച്ചത് ശരീഅത്തിന്റെ നിയമം പൂർണ്ണമായും എനിക്ക് അംഗീകരിക്കാവുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ 6 കുട്ടികളുടെയും അഭിപ്രായം എനിക്കില്ല, ഞാൻ അതിന് വിരുദ്ധമാണ്. അപ്പൊ ഒരു മുസ്ലിം പെൺകുട്ടിയും പറഞ്ഞു, ഇവളോടാ ഞാൻ യോജിക്കണത്. മറ്റത് മതവിശ്വാസികളെ വിറപ്പെടുത്തലാകും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇതേ മൈക്ക് കുറച്ചു കഴിഞ്ഞപ്പോ അതാ നമ്മുടെ മുസ്ലിം സഹോദരിമാരിലേക്ക് പിന്നെ വരുന്നു. എന്താ ചോദ്യം? നിന്റെ ബെസ്റ്റി എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട് എന്നൊക്കെ ആയിരുന്നു, പ്രേമം, അങ്ങനെയൊക്കെ പറഞ്ഞു പല പേരും പറഞ്ഞുകൊണ്ടാണ് നടന്നിരുന്നത്. ഇപ്പൊ ബെസ്റ്റിയാണ് പ്രിയപ്പെട്ടവര്. എന്താ ബെസ്റ്റി? എന്തിനും സ്വാതന്ത്ര്യമുള്ള കൂട്ടുകാരൻ. അവിടെ ഒരു തടസ്സമില്ല എന്നുള്ളതാണ്, ഒരു തടസ്സമില്ല. ആ സന്ദർഭത്തിൽ നിന്റെ ബെസ്റ്റി നിന്നോട് അവന്റെ ലൈംഗികമായ ദാഹം തീർക്കാൻ നിന്റെ ശരീരം ചോദിച്ചാൽ എന്താ നിന്റെ അഭിപ്രായം? നമ്മുടെ മുസ്ലിം തറവാട്ടിലെ പെൺകുട്ടികൾ പറഞ്ഞ എന്താണെന്നറിയോ? അപ്പത്തെ മൂടോലിരിക്കും. നഊദു ബില്ലാഹ്. എനിക്കതിന് താല്പര്യമുള്ള മൂടാണെങ്കിൽ ഞാൻ ഓക്കെ, എനിക്ക് താല്പര്യമില്ലെങ്കിൽ നോ പറയും. ഇസ്ലാമികമായി എന്റെ ഉപ്പ വലിയ നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ നിശ്ചയിച്ച എന്റെ ഇണയെ അവൻ മഹറുമായി വന്ന് നല്ല സ്വഭാവത്തോടെ ദീനോടെ വന്ന് അങ്ങനെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അള്ളാഹു വിധിച്ച സമയമെത്തിക്കഴിഞ്ഞാൽ ആ മഹർ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ എന്റെ പിതാവ് അല്ലെങ്കിൽ എന്റെ വലിയ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ എന്റെ ഇണയായി എന്നിലേക്ക് വന്ന ആ ഭർത്താവിന്റെ കൂടെയല്ലാതെ എന്റെ ശരീരം ഞാൻ പങ്കുവെക്കില്ല, എനിക്കത് ഹറാമാണ്, പാടില്ല, വ്യഭിചാരമാണ് എന്ന് പറയാൻ സാധിക്കാത്ത പെൺമക്കൾ അപ്പത്തെ മൂടോലിരിക്കുന്നു പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ കുറ്റിക്കാടുകളിലും ബസ് സ്റ്റോപ്പുകളിലും സ്ഥാപനങ്ങളിലും ബസ്സുകളിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ പരപ്പനങ്ങാടിയിലേക്ക് നിങ്ങൾ ഇറങ്ങിയാൽ മതി, നമുക്കത് കാണാൻ സാധിക്കും. ഒരു ഉളുപ്പുമില്ലാതെ ഒരു ലജ്ജയുമില്ലാതെ എന്തൊക്കെയാണ് നമ്മുടെ മക്കൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവർക്കൊക്കെ പരിഹാരം, ഇവർക്കൊക്കെ ദീനിന്റെ തണലല്ലാതെ, മതപരമായ വിശ്വാസമല്ലാതെ, പരലോക ചിന്ത ഉണ്ടാക്കലല്ലാതെ, അല്ലാഹുവിലേക്കും റസൂലിലേക്കും ക്ഷണിക്കലല്ലാതെ, അതിനെക്കുറിച്ച് ബോധമുണ്ടാക്കലല്ലാതെ ധാർമ്മിക ജീവിതത്തിലേക്ക് കടന്നു വരാൻ, നന്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേറെ ഒരു ഉപകാരമുള്ള സംഗതിയില്ല.
നിങ്ങൾക്കറിയുമോ, സ്വതന്ത്രവാദം കാട് കയറിപ്പോയി മരണചിന്ത മറന്നു എന്ന് മാത്രമല്ല, എല്ലാ തിന്മകളിലും നമ്മുടെ മക്കൾ പോയി പെടുകയാണ്. ആണും തമ്മിൽ വിവാഹം ചെയ്യാൻ തീരുമാനിക്കുന്നു, പെണ്ണും തമ്മിൽ വിവാഹം ചെയ്യാൻ തീരുമാനിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നൂറ, ആദില വിദേശത്ത് ഒരേ ഫ്ലാറ്റുകളിൽ ജീവിച്ചവർ വിവാഹപ്രായമെത്തി. അവർക്ക് വിവാഹം അന്വേഷിച്ചപ്പോ, ഞങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കണ്ട, ഞാനും ഇവളും ഭാര്യയും ഭർത്താവുമാണ്. നഊദു ബില്ലാഹ്. വാപ്പ കുടുങ്ങി, ഉമ്മ കുടുങ്ങി, കുടുംബം കുടുങ്ങി, മഹല്ല് കുടുങ്ങി. എല്ലാവരും അഭിപ്രായപ്പെട്ടു, ചർച്ച ചെയ്തു, കൗൺസിലിംഗ് കൊടുത്തു. എല്ലാവരുടെ അഭിപ്രായങ്ങളും അവരുടെ ഇടപെടലുകളും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും, ഞങ്ങൾ ഒരുമിച്ചേ ജീവിക്കൂ, ഞങ്ങളെ വേർതിരിക്കാൻ നിങ്ങൾ തയ്യാറാവണ്ട. അവർ കോടതി കയറി, പോലീസിനെ ഉപയോഗപ്പെടുത്തി. അവർ പറഞ്ഞു കോടതിയുടെ മുമ്പിൽ വെച്ച്, ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഈ ഉമ്മയാണ്, എന്റെ ഏറ്റവും വലിയ ശത്രു ഈ ഉപ്പയാണ്, അതുകൊണ്ട് കോടതിയുടെ അംഗീകാരം ഞങ്ങൾക്ക് വേണം, പോലീസിന്റെ നിയമപരമായ പരിരക്ഷ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് എതിർത്ത് സംസാരിക്കുന്ന മക്കളായി മാറി. ഇത് ആവർത്തിക്കപ്പെടുകയാണ്. കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് കൊണ്ടോട്ടിക്കടുത്ത് കിഴിശ്ശേരിയിൽ അഫീഫയും അതുപോലെ തന്നെ സുമയ്യയും ഇതേപോലെ വിവാഹിതരായി. അഫീഫയുടെ വീട്ടിലേക്ക് ഫോൺ കോൾ വരുന്നു, മോളെ ഞാൻ നിന്നെ തേടി വരുന്നുണ്ട് ഒരു കാറിൽ, ഇന്ന സമയത്ത് നിന്റെ വീടിന്റെ മുമ്പിലെത്തും, ഞാൻ ഫോൺ വിളിക്കുമ്പോൾ നീ ഇറങ്ങി വരണം, കാർ റെഡിയാണ്, നമുക്ക് പോകാം. ആ പെൺകുട്ടിയെ വാപ്പയും ഉമ്മയും ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്. ആ ബന്ധം വേണ്ട, അത് ശരിയായ രീതിയല്ല, അത് സ്വർഗ്ഗരതിയാണ്, അള്ളാഹു തിന്മയായി പറഞ്ഞ സംഗതിയാണ്, ദുനിയാവിലും ആഖിറത്തിലും തിന്മയാണ്, അദാബാണ്. ആ കുട്ടി അത് കേട്ടില്ല. ഇവള് വന്നു, ഓണടിച്ചു, ഫോൺ വിളിച്ചു. അവളുടെ ബാഗുമായി, വസ്ത്രവുമായി അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അതുവരെ പോറ്റി വളർത്തിയ ഉമ്മ അവളുടെ കൈക്ക് പിടിച്ച് എതിർക്കാൻ നോക്കുകയാണ്, പിടിച്ചു വെക്കാൻ നോക്കുകയാണ്. വാപ്പ അവളുടെ ബാഗ് വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. അവരെയെല്ലാം തട്ടിമാറ്റി കുതിരയോടി. അതുവരെ സ്നേഹിച്ച, അതുവരെ പോറ്റി വളർത്തിയ വാപ്പാന്റെ വാക്കിന് സ്ഥാനമില്ല, ഉമ്മാന്റെ വാക്കിന് സ്ഥാനമില്ല. ഏതാനും മാസങ്ങൾ പരിചയപ്പെട്ട ഈ സുമയ്യ മതി എന്ന് വിചാരിച്ചുകൊണ്ട് അഫീഫയും സുമയ്യയും കാറിൽ കയറുകയാണ്. അവരെ എതിർക്കാൻ വന്നപ്പോൾ കോടതിയുടെ കടലാസ് കാണിച്ചു കൊടുക്കുകയാണ്. ഇവർ ഒരുമിച്ച് ജീവിക്കാൻ നിയമപരമായ കടലാസുണ്ട്, തൊടണ്ട, ഇടങ്ങറാകും. ഇത് നിങ്ങളുടെ മകളല്ല, ഇവർ തമ്മിൽ ദമ്പതികളാണ്. ഇപ്പൊ നിങ്ങൾക്ക് യാതൊരു നിയമപരമായ അംഗീകാരവും ഇല്ല, ഇവരൊന്നാണ്. ഈ വന്നിരിക്കുന്ന ആളുകൾ സ്ത്രീ വളണ്ടേഴ്സ് ആണ്, നിയമപരമായ വളണ്ടേഴ്സ് ആണ്. അതുകൊണ്ട് ദ്രോഹമൊന്നും ചെയ്യാൻ നിൽക്കേണ്ടതില്ല, ഇടങ്ങറാകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പൊട്ടിക്കരയുന്ന ഉമ്മയുടെ കണ്ണിനീര് കണ്ടിട്ടും മനസ്സലിയാത്ത, പൊട്ടിക്കരയുന്ന വാപ്പയുടെ ഹൃദയമിടിപ്പ് കണ്ടിട്ടും പൊട്ടിക്കരയാത്ത, മാറ്റമില്ലാത്ത ആ പെൺകുട്ടികളതാ ആ കാറിൽ യാത്രയായി. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം വന്നതിന് ശേഷം ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന സ്വർഗ്ഗരതി, അല്ലാഹു ആ ലോകത്തിലെ ആളുകളെ, ആ നാട്ടിലെ ആളുകളെ തകിടം മറിച്ച വലിയ തിന്മ, അതാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലെ ഏതിനോടാണോ ആഗ്രഹം അതങ്ങനെ നടന്നോട്ടെ, ആരും എതിർക്കേണ്ടതില്ല. ഏതിലാണോ ഒരാൾക്ക് സുഖം അതങ്ങനെ സംഭവിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന പരലോകം മറന്ന മനുഷ്യൻ, തിന്മയിലേക്ക് പോകുന്ന മനുഷ്യൻ അല്ലാഹു വിടില്ല കേട്ടോ. ദുനിയാവിലെ അവസരം നല്ലതിനു വേണ്ടി ഉപയോഗപ്പെടുത്താതെ തിന്മകൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ അള്ളാഹു നമ്മുടെ സമയത്തെ ചോദ്യം ചെയ്യും, പ്രവൃത്തിയെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖബറുണ്ട്, മരണമുണ്ട്, മഹ്ശറുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്. ചിന്തിക്കണേ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ കേരളക്കരയിൽ ഒരു പെൺകുട്ടി അവളുടെ വിവാഹത്തിൽ ഇണയായി കുറെ ആണുങ്ങളെ തെരഞ്ഞു നടന്നു. അവളുടെ സിഫത്തിനൊത്തൊരാണിനെ കിട്ടിയില്ല. പിന്നെ കുറെ പെൺകുട്ടികളെ തെരഞ്ഞു നടന്നു. അവളുടെ സിഫത്തിനൊത്തിയ ഒരു ഇണയെ കിട്ടിയില്ല. അവസാനം അവൾ തീരുമാനിച്ചു, എനിക്ക് ആണായും പെണ്ണായും വേറെ ഇണ ഇല്ല, എനിക്കൊത്തത് ഞാൻ എന്നെ തന്നെ കെട്ടുകയാണ്. ഈ കേരളത്തിൽ സംഭവിച്ച സംഭവം. അവളെ വിവാഹം ചെയ്തു, അത് പരസ്യം ചെയ്തു. 24 മണിക്കൂർ കഴിഞ്ഞു. അവളതാ പറയുന്നു, ഞാനായ എനിക്ക്, എന്റെ ഇണയായ എന്നെ 24 മണിക്കൂറിനപ്പുറം തുടർന്നു കൊണ്ടുപോവാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഇതാ ത്വലാഖ് ചൊല്ലുന്നു. ഈ കേരളക്കരയിലുണ്ടായ സംഭവമാണ്. സ്വതന്ത്രവാദം കാട് കയറിയപ്പോ എവിടെ എത്തിയെന്ന് നോക്കി നിങ്ങൾ. ഓളെ തന്നെ ത്വലാഖും ചൊല്ലി.
ഞാൻ അത് വെറുതെ പറയല്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലും ഈ നിക്കാഹും ഈ ത്വലാഖൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അവിടേക്കാണ് കരിക്കുലം കൊണ്ടുപോകുന്നത്, NSS വളണ്ടിയർമാരായി കൊണ്ടുപോകുന്നത്. ഞാനിപ്പോൾ അതൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ടെന്ന് ആവശ്യമില്ല. സാഹചര്യങ്ങൾ മനസ്സിലാക്കി പക്കമായി ഇടപെടാതെ ഇത്തരം സമ്മേളനങ്ങളും ഫാമിലി സമ്മേളനങ്ങളും യൂത്ത് കോൺഫറൻസുകളൊക്കെ എന്താണ് ആവശ്യപ്പെടുന്നത്? കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. യുവത്വം അല്ലാഹ്ക്ക് വേണ്ടി ചെലവഴിക്കണം. അത് എങ്ങനെയാകണം എന്നത് നിർവചിക്കപ്പെടുകയാണ്. ആ ദിശാബോധം വളർത്തുന്ന സമ്മേളനം മറക്കണ്ട. കുടുംബപരമായി എങ്ങനെ ജീവിക്കണം, ധാർമ്മികതയുള്ള ജീവിതം എന്താണ്, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന ജീവിതം എന്താണ്, എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന സമ്മേളനം ഉപയോഗപ്പെടുത്താൻ മറക്കണ്ട പ്രിയപ്പെട്ടവരെ. നമ്മുടെ മക്കളുടെ പെൺമക്കളുടെ വേഷവിധാനം ഇങ്ങനെ കാലിങ്ങനെ കയറുകയാണ്. ആൺകുട്ടികളുടെ താഴത്തേക്ക് ഇറങ്ങുകയാണ്. ആൺകുട്ടികളത് കയറണം, പെൺകുട്ടികളത് ഇറങ്ങണം. നേരെ തിരിച്ചാണ് ഇപ്പോ. എന്നിട്ടോ മുമ്പൊക്കെ കല്യാണത്തിന്റെ പെണ്ണ് പുതിയണ്ണ് നമ്മുടെ വീടൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ട് പെയിന്റ് അടിച്ചണ പോലെ പെയിന്റ് അടിക്കാറുണ്ട്. ചുണ്ട് ചോപ്പിച്ച് മുഖം പൊളിപ്പിച്ച് നടത്താറുണ്ട്. പിന്നെ അവളുടെ കൂട്ടുകാരികളും അങ്ങനെ ആയി. ഇപ്പോഴോ പുതിയണ്ണിന്റെ ഉമ്മാമ വരെ പൊട്ടിയിട്ട് പെയിന്റ് അടിച്ച് നിൽക്കുകയാണ്. ഞാൻ വിശദീകരിക്കേണ്ടത് ആവശ്യമില്ല. നമ്മുടെ സമൂഹത്തിലെ ദുർഗതികൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്തെല്ലാം ആഭാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ ആകെ പിടുത്തം വിട്ടു പോയിക്കൊണ്ടിരിക്കുന്ന, നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ സമൂഹം മോശമായി കൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം. വിവാഹ മൂല്യമായി കൊടുത്ത് സ്ത്രീ തന്നെയാണ് ഏറ്റവും വലിയ ധനം എന്ന് മനസ്സിലാക്കി മാന്യമായ മഹർ കൊടുത്തുകൊണ്ട് നിങ്ങൾ നിക്കാഹ് ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യം, ആ വിഷയത്തിലും അതിക്രമങ്ങൾ നടക്കുന്നു. സ്ത്രീധനം മഹാമാരിയാണ്, അപകടമാണ്, ഹറാമാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അത് എടുത്തുപോയി. തെക്കൻ കേരളത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിം സമൂഹത്തിൽ ഒരു ഡോക്ടർ, PG ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്തു. ഒരിക്കലും ദുനിയാവിലെ ഏത് പ്രതിസന്ധിക്കും പ്രശ്നത്തിനും പരിഹാരം ആത്മഹത്യ അല്ല. നമ്മുടെ മക്കൾക്കൊക്കെ അത് പഠിപ്പിച്ചു കൊടുക്കണം. അവരെ വിചാരം ഈ കഷ്ടപ്പാട് തീർക്കാൻ വേണ്ടി അണ്ട് മരിക്കുക എന്നാണ്. ഒരിക്കലും അത് പാടില്ല. മരണം അല്ലാഹ് വിളിക്കുമ്പോൾ പോവണം. ധൃതിപ്പെടാനോ എടുത്തു ചാടാനോ പാടില്ല. അങ്ങനെ ആയാൽ കടലിലേക്ക് ചാടിയവരാണെങ്കിൽ ബർസഖ് ലോകത്ത് അതേ നരകമാകുന്ന കടലിലേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. മലയിൽ നിന്ന് ചാടിയവൻ നരകക്കുണ്ടിലേക്ക്, അതുപോലെ മല അള്ളാഹു നരകമാക്കി ഇങ്ങനെ ചാടിച്ചുകൊണ്ടിരിക്കുകയാണ്. കത്തി കൊണ്ട് മുറിച്ചതാണെങ്കിൽ, ബ്ലേഡ് കൊണ്ട് മുറിച്ചതാണെങ്കിൽ, സ്വയം കുത്തിയതാണെങ്കിൽ, കെട്ടിത്തൂങ്ങിയതാണെങ്കിൽ, ട്രെയിൻ വരുമ്പോ ചാടിയതാണെങ്കിൽ, ഏത് രീതിയിലാണോ, വിഷം കുടിച്ചതാണെങ്കിൽ ഏത് രീതിയിലാണോ, അങ്ങനെ ബർസഖ് ലോകത്ത് നരകത്തിൻ്റെതായ ശിക്ഷ ഇങ്ങനെ കിട്ടുക. അപ്പോ യാതന തുടങ്ങണേ ഉള്ളൂ, ഒരിക്കലും അവസാനിക്കല്ല. ടെൻഷൻ അങ്ങോട്ട് തുടങ്ങുകയാണ്. പിന്നീട് നാളെ പരലോകത്ത് വമ്പിച്ച അദാബ്, മരണമില്ല. ഒരിക്കലും പ്രിയപ്പെട്ടവരെ സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആത്മഹത്യ പരിഹാരമല്ല, അത് ഹറാമാണ്, തിന്മയാണ്, നരകമാണ്. വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. അങ്ങനെ ചോദിച്ചു വരുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ പണം കൊതിച്ചു, അവന്റെ വാപ്പ അതിനേക്കാൾ കൊതിച്ചു. ആ സമയത്ത് ഇവൾ ചോദിച്ചു, എന്റെ വാപ്പ മരണപ്പെട്ടു, എനിക്കൊരു സഹോദരനേ ഉള്ളൂ, അവൻ കുറച്ചൊക്കെ ഒപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്, പോരാ, ഞാൻ പറയണ എന്നെ വേണം, എന്റെ വാപ്പാക്ക് നിർബന്ധാണ്. അപ്പൊ നമ്മുടെ മനുഷ്യൻ എന്നുള്ള നിലക്ക് എന്റെ സ്നേഹം, നിങ്ങളുടെ സ്നേഹം അതിനൊന്നും വിലയില്ലേ, എനിക്ക് പണമാണ് മുഖ്യം. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഇതുവരെയുള്ള പ്രണയങ്ങളൊക്കെ വഞ്ചനയാണ്. OP ടിക്കറ്റിന്റെ, രോഗികളെ നോക്കുന്ന OP ടിക്കറ്റിന്റെ ബാക്കിൽ അവരുടെ പണക്കൊതി, എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് ആത്മഹത്യ കുറിപ്പെഴുതിയിട്ട് അവൾ യാത്രയായി. എങ്ങനെ? അവൾ പഠിച്ച ശാസ്ത്രത്തിന്റെ മികവുള്ള അറിവ് ഒരിക്കലും അവർക്ക് ഉപകാരപ്പെട്ടില്ല. അനസ്തേഷ്യയുടെ മരുന്ന് ഡോസ് കൂട്ടിയിട്ട് അവൾ കുത്തിവെച്ചു, അറാമിന്റെ മരണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ തറവാട്ടിലെ മുസ്ലിം സമൂഹത്തിൽ ഒരു പെൺകുട്ടി ചെയ്തതാണ്. വിവരമില്ലാത്തവളല്ല, വിദ്യാഭ്യാസം നല്ലോണമുണ്ട്, ഡോക്ടറാണ്, PGക്കാണ്. അതേ ഡോക്ടറായ PG ആയ റുമൈസ്, അവനാണ് ഇവളെ ഇതിന് പ്രേരിപ്പിച്ചിട്ടുള്ളത്. ആ വ്യക്തിക്ക് അതിന് പ്രേരിപ്പിച്ചതിന്റെ കുറ്റം എത്രയുണ്ടാകും? അവന്റെ MBBS റദ്ദാക്കാനിരിക്കുകയാണ്. കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ റദ്ദാക്കും. ആരോഗ്യ വകുപ്പ് അവനെ പിരിച്ചുവിട്ടു. ഇനി പല നഷ്ടങ്ങളും അവർക്ക് വരാനുണ്ട്. അതൊക്കെ ദുനിയാവിലെ നഷ്ടം. ആഖിറത്തിലോ? ആഖിറത്തിൽ എത്രയാണ് അദാബ്?
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരം മരണങ്ങൾ, ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. ആത്മഹത്യ ഒരിക്കലും പരിഹാരമല്ല. വെളിപാടകലെ താനൂര് കഴിഞ്ഞ് ഉണ്ണിയാൽ സമീപത്തെ കടപ്പുറത്ത് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി മദ്രസ വിട്ട് വന്നു. മൊബൈൽ ഉമ്മ വാങ്ങി വെച്ചതിന്റെ ദേഷ്യത്തിൽ അവന്റെ മനോനില തെറ്റിക്കൊണ്ട് ബാത്റൂമിൽ കയറി ആത്മഹത്യ ചെയ്തു. 3 വയസ്സ് തികഞ്ഞ കുട്ടി. ശാസ്ത്രം പറയുന്നത് 3 വയസ്സ് തികഞ്ഞ കുട്ടി. ആ 3 വയസ്സായ കുട്ടി തുടർച്ചയായി വേണമെന്നില്ല. ഒരു ദിവസത്തിൽ പല തവണകളായി ആയാലും ശരി 3 മണിക്കൂർ ഈ സ്ക്രീൻ ടൈമിലുണ്ടോ, മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടോ, അവന്റെ ബുദ്ധിയെ, അവന്റെ മസ്തിഷ്കത്തെ പ്രത്യേക രോഗം ബാധിക്കുകയാണ്. പിന്നെ അത് ഇല്ലാതെ അവൻക്ക് ജീവിക്കാൻ കഴിയുകയില്ല. അത് വാങ്ങുന്നവരോട് ദേഷ്യം വരുന്നു. അത് ഉമ്മയായാലും അധ്യാപകനായാലും വാപ്പയായാലും സഹോദരിയായാലും ആരായാലും അവരോട് ദേഷ്യമാണ്. നമ്മളോ 3 വയസ്സായ കുട്ടിക്ക് അവന്റെ ബുദ്ധി എത്രത്തോളം വികസിക്കണോ അതിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. ആ കുട്ടിയെ ഉപദേശിച്ച് പറഞ്ഞുകൊടുത്ത് കാണിച്ചു കൊടുത്ത് അവനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി തൊടണം, അവനിങ്ങനെ മണക്കണം, അവനിങ്ങനെ കളിക്കണം, എഴുന്നേറ്റ് നിൽക്കണം, വീഴണം, തൊട്ട് അറിയേണ്ടത് തൊട്ടറിയണം, വീണ് ശബ്ദം കേൾക്കുന്നത് ശബ്ദത്തിലൂടെ അറിയണം. ഓരോന്നും മനസ്സിലാക്കി ബുദ്ധിവികാസം ഉണ്ടാകേണ്ടുന്നതിന് പകരം ഈ സ്ക്രീൻ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നാൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കും. ആ കുട്ടി നമ്മൾ സംസാരിക്കുമ്പോൾ ഒരച്ചടക്കത്തിൽ ഇരിക്കാൻ വേണ്ടി കൊടുത്തു മൊബൈല്, അപ്പോ മിണ്ടാതിരുന്നു. ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ വേണം. എന്നാ മോനെ ഭക്ഷണം കഴിക്ക്. എന്നാ ശരി, അത് തോണ്ടി കഴിക്കുകയാണ്. ഉറങ്ങാൻ അവൻക്കത് വേണം. ഉറങ്ങുമ്പോൾ പുതപ്പിട്ടുകൊണ്ട് ഉമ്മയെയും ഉപ്പയെയും വഞ്ചിച്ച് മൊബൈൽ കണ്ടിങ്ങനെ കിടക്കുമ്പോ പൊട്ടിത്തെറിച്ചു. ചാർജ് കുത്തിവെച്ചുകൊണ്ടാണ് അവൻ അത് കണ്ടത്. പൊട്ടിത്തെറിച്ചു, മരണം സംഭവിച്ചു. എത്രയെത്ര ദുരന്തങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കണമെന്നറിയോ? ഇത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അതിന്റെ ഉപയോഗം, അതിന്റെ സൂക്ഷ്മത, സ്മാർട്ട് ഫോണുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്നത് മാതാപിതാക്കളും മക്കളും ഓരോ മെമ്പർമാരും ശ്രദ്ധിക്കണം. അപ്പൊ ഈ രീതിയിലുള്ള അപകടങ്ങളൊക്കെ ഭൗതികമായ ഉയർച്ചയുടെ ഭാഗമായി പലതും നമുക്ക് സംഭവിക്കുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നു. ആ കുട്ടിക്ക് ഖുർആൻ ഹിഫ്ദാക്കാൻ സമയം കിട്ടുന്നില്ല, ആ കുട്ടിക്ക് വുദൂ പഠിക്കാൻ സമയം കിട്ടുന്നില്ല, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായി വളരാൻ സമയം കിട്ടുന്നില്ല. മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും നമ്മുടെ മക്കൾക്ക് നേരമില്ല. വിരുന്നുകാര് വന്നാൽ അമ്മായിയാവാം, അമ്മായിക്കാക്കയാവാം, ആരായാലും ഈ കുട്ടി നോക്കണില്ല. ഈ കുട്ടി ഇങ്ങനെ ദിമക്കന്നെ അസ്സലാമു അലൈക്കും. ഞാൻ ആരും പറയല്ല, നമ്മളെ കുട്ടികളെ അവസ്ഥ ഞാൻ പറയണേ. പലപ്പോഴും ഭാര്യക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിക്കാൻ സമയമില്ല. കുടുംബങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ സമയമില്ല. എല്ലാവരും ഇതിന്റെ പിന്നിലാണ്. സമയം നോക്കാൻ വേണ്ടി എടുത്തതാ അത്രയും സമയം. പിന്നെ വാട്സപ്പായി, ഫേസ്ബുക്കായി, ട്വിറ്ററായി, ഇൻസ്റ്റയായി, അങ്ങനെ പോയി 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 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പടച്ചോലെ ഞാൻ സമയം നോക്കാനുള്ള എടുത്തത്, എത്ര സമയം പോയത്. അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഇതുപോലുള്ള സമ്മേളനങ്ങൾ വരുമ്പോ അതിന്റെ പോസ്റ്ററുകളും അതിന്റെ പരസ്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെതായ പരിപാടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരുപാട് നന്മകളുടെ മേഖലകളുണ്ട്. ഖുർആൻ ഓതാം, ഖുർആൻ അർത്ഥം പഠിക്കാം, ഖുർആൻ വ്യാഖ്യാനങ്ങൾ വായിക്കാം. അതുപോലെ തന്നെ ഒരുപാട് ഓൺലൈൻ മജ്ലിസുകൾ നമുക്കുണ്ട്, ദീനി മജ്ലിസുകൾ, ദീനി ദർസുകൾ, അതെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷെ അതിനൊന്നും ആളുകളെ കിട്ടുന്നില്ല. ഈ പറഞ്ഞ ഹറാമിന്റെ മേഖലയിലേക്ക് ആരും ഇല്ലാത്ത സ്ഥലത്ത് ഒറ്റക്കിരുന്നു കൊണ്ട് ഈ സ്ക്രീനിൽ നീ ഓപ്പൺ ചെയ്ത് കാണുന്ന സംഗതി അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണോ, അള്ളാഹ്ക്ക് അനിഷ്ടമായ കാര്യമാണോ? ചിന്തിക്കണേ. ഇന്നല്ലെങ്കിൽ നാളെ മരണമുണ്ട്. ആ മരണം നമ്മളിലേക്ക് വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് യാത്രയാവലല്ലാതെ മനുഷ്യ നിനക്ക് വേറെ മാർഗമില്ല. വിശുദ്ധ ഖുർആനിൽ 2000-ൽ പരം ആയത്തുകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആഖിറ എന്ന് അല്ലാഹു ബോധ്യപ്പെടുത്തുന്നു മരണത്തെ. 170 സ്ഥലത്ത് അൽ മൗത്ത് എന്ന പദം പ്രയോഗിക്കുന്നു. 28 സ്ഥലത്ത് വഫാത്ത് എന്ന പദം പ്രയോഗിക്കുന്നു. 10 സ്ഥലത്ത് അജൽ എന്ന പ്രയോഗം നടത്തുന്നു. ഇതെല്ലാം മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ആ മരണം സംഭവിക്കുന്നതിന് മുമ്പ് റബ്ബിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ നമുക്ക് സാധിക്കണേ, നന്മകളുമായി മുന്നേറാൻ സാധിക്കണേ.
നന്മകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കഴിഞ്ഞ് ഒന്ന് അങ്ങനെയായിരിക്കെ റബ്ബിലേക്ക് യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഖബറിലാണ് നമുക്ക് വിശ്രമമുള്ളത്. ആ ഖബറിൽ വിശ്രമിക്കാൻ നമുക്ക് സാധിക്കണം. എന്റെ സമയം അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യവും കൂടി പറയട്ടെ. കൊറോണകൾക്ക് ശേഷം പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രതിസന്ധി നമ്മുടെ കച്ചവടങ്ങളിലുണ്ട്, മത്സ്യത്തൊഴിലാളികളുടെ മാർഗങ്ങളിലുണ്ട്, അതുപോലെ തന്നെ ഉപജീവന മാർഗം അന്വേഷിച്ചു പോകുന്ന പ്രവാസികൾക്കുണ്ട്. എന്റെ കുടുംബത്തിലെ എനിക്ക് വേണ്ടപ്പെട്ട എന്റെ പ്രായത്തിലുള്ള ഒരു പ്രവാസി ഇന്നലെ വിളിച്ചപ്പോൾ അവന്റെ പ്രയാസങ്ങളൊക്കെ ഞാനൊന്ന് പങ്കുവച്ചു. അവൻ പറയുന്നത്, ഇന്ന് ലോകത്ത് നടക്കുന്ന ഫലസ്തീനുമായി നടക്കുന്ന യുദ്ധമില്ലേ, ആ യുദ്ധത്തിന്റെ ഭാഗമായി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സാധനങ്ങളെ ബഹിഷ്കരിച്ചതിന്റെ ഭാഗമായി ഖത്തറിൽ ഇവൻ ഒരുപാട് ഫുഡുകൾ ഇങ്ങനെ സെയിൽ ചെയ്യുന്ന ആളാണ്. എല്ലാ കടകളും അടച്ചു. അതിന്റെ ഭാഗമായി ജോലിയില്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. യുദ്ധം കൊണ്ട് പല കെടുതികളും ഉണ്ടാകും. അതെ, ഇപ്പോൾ അതാ കടലുകളിൽ ചെങ്കടലിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി കുറുക്കുവഴിക്ക് നമുക്ക് കിട്ടേണ്ടുന്ന പലതും ഇപ്പോൾ ലോകം ചുറ്റിക്കൊണ്ട് വരുമ്പോൾ പല സാധനങ്ങൾക്കും ഇനിയും വില കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ താങ്ങാനാവാത്ത വിലയാണ്. ഞാൻ വിശദീകരിക്കേണ്ടുന്ന ആവശ്യമില്ല. പല കച്ചവടക്കാർക്കും പ്രയാസമാണ്. എല്ലാ നിലക്കും പലതും നമ്മൾ ചെയ്തു നോക്കിയിട്ടും മനുഷ്യന്മാർക്ക് വിജയിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ചില ആൾക്കാർ പറയും, എന്റെ അള്ളാഹ്ക്ക് എന്നെ വേണ്ട, എനിക്കെന്നും കഷ്ടപ്പാടാ, ഞാൻ എന്ത് ചെയ്തിട്ടൊരു ബറക്കത്തില്ല. കുഫറിലും ശിർക്കിലും തിന്മകളിലും കഴിയുന്ന അവൻക്ക് കണ്ടില്ലേ ബറക്കത്ത്? ചില ആൾക്കാർ ചിന്തിക്കുന്ന കാര്യമാണ്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് പ്രിയപ്പെട്ടവരെ. ഫഅാലുൽ ലിമാ യുരീദ്, നമ്മുടെ റബ്ബ് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അവൻ ചെയ്യുന്നവനാണ്. അങ്ങനെയുള്ള ആ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കണേ. ആ റബ്ബ് നമുക്ക് ഉപജീവനം നൽകും. വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, ഉപരിലോകത്തുള്ളവനാണ് നമുക്ക് റിസ്ക് നൽകുന്നത്. റബ്ബാണ് റിസ്ക് നൽകുന്നത്. തവക്കൽതു അലല്ലാഹ്. നമ്മളിങ്ങനെ ചെയ്തു നോക്കുക, പ്രയത്നിച്ചു നോക്കുക, ഇറങ്ങി നോക്കുക, പ്രവർത്തിക്കുക. അല്ലാഹ് തരും. എങ്ങനെ തരിക? നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. നാം ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലായിരിക്കും. നമ്മൾ ആലോചിച്ചു നോക്കൂ. മഹാനായ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ ഒരു സ്ത്രീ വരുന്നു. ആ സ്ത്രീ വന്നിട്ട് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് ചോദിക്കുകയാണ്, യാ നബി അല്ലാഹ്, അറബ്ബു ഖാലിമുൻ അം ആദിൽ, നിന്റെ റബ്ബ് നീതിമാനാണോ അതോ അനീതി ചെയ്യുന്നവനാണോ? പുടുത്തം വിട്ട വർത്താനം. മഹാനായ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം വളരെ മുഖം ചുവപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഖാല ഇത്തഖില്ലാഹ് യാ അമതല്ലാഹ്, അല്ലാഹുവിന്റെ അടിമയായ പെണ്ണെ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ അസ്സ വജല്ല ഹുവൽ അദ്ൽ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് നീതിമാൻ. എന്താണ് നിന്റെ പ്രശ്നം? ആ പെണ്ണതാ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഞാനൊരു വിധവയാണ്, എനിക്ക് 3 മക്കളുണ്ട്. ആ 3 മക്കളെ പോറ്റാൻ ഈ പാവപ്പെട്ട ഉമ്മയായ വിധവയായ ഞാനല്ലാതെ ഇല്ല. ഞാനാവട്ടെ ചെറിയ വസ്ത്രങ്ങൾ തുന്നി ഉണ്ടാക്കി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കലാണ്. അങ്ങനെ എന്റെ കുട്ടികളെ പോറ്റുമ്പോൾ ഞാൻ ഇങ്ങനെ തുന്നി പിടിപ്പിച്ചുണ്ടാക്കിയ വസ്ത്രവുമായി വരുമ്പോ ഒരു വലിയ പക്ഷി വന്നുകൊണ്ട് എന്റെ വസ്ത്രത്തെ കൊത്തിക്കൊണ്ടുപോയി. നീതിമാനായ റബ്ബ് പാവപ്പെട്ട എന്റെ ആ വിൽപ്പന ചരക്കായ വസ്ത്രം കൊത്തിപ്പിക്കുന്ന പക്ഷിയെ അങ്ങനെ റബ്ബ് അനീതി കാണിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. നിരാശ വന്നിരിക്കുകയാണ്. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ആ സ്ത്രീയെ അവിടെ ഇരുത്തി. എന്നിട്ട് ആശ്വസിപ്പിക്കാൻ ഒരുങ്ങുമ്പോ ആ സ്ത്രീ അതാ പൊട്ടിക്കരയുകയാണ്. ആ സന്ദർഭത്തിൽ 10ഓളം കച്ചവടക്കാർ കടലിൽ നിന്ന് കപ്പലിറങ്ങിയിട്ട് ഇങ്ങനെ കരകയറി മഹാനായ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് വരികയാണ്. അവർ പറയുന്നു, ദാവൂദ് എന്ന പ്രവാചകരെ, ഇതാ ഞങ്ങളുടെ കയ്യിൽ ഓരോരുത്തരും 100 ദിർഹം വീതം, 10 ആളുകൾ, വലിയ സംഖ്യ സ്വതക്കയായി. ഇത് ഞങ്ങളതല്ല, സ്വതക്കക്ക് കൊടുക്കാനുള്ളതാണ്. നിങ്ങൾക്ക് ആർക്കാച്ച വീതിച്ചു കൊടുക്കുക അർഹർക്ക്, ഇത് ഞങ്ങളതല്ല. അപ്പൊ എന്താ നിങ്ങളെ കഥ എന്ന് ചോദിച്ചു. ആ 10 കച്ചവടക്കാര് പറഞ്ഞു, ഞങ്ങൾ ഇന്നിങ്ങനെ കച്ചവട ചരക്കുമായി വരുമ്പോ
ലാഭം കൊയ്ത് ആ കച്ചവട ചരക്കുമായി വരുമ്പോ ഞങ്ങളുടെ കപ്പലതാ കാറ്റിൽപ്പെട്ടു, തിരമാലയിൽപ്പെട്ടു. ശക്തമായ തിരമാലയിൽ ഞങ്ങളുടെ കപ്പലിന് ദ്വാരം വന്നു. അങ്ങനെ ചെറിയ ദ്വാരങ്ങളിലൂടെ കപ്പലിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി. കപ്പലതാ താന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുങ്ങി മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഞങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിച്ചു, രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ റബ്ബിനോട് ഞങ്ങൾ പറഞ്ഞു, റബ്ബേ, ഒരു നേർച്ച നേരാണ് ഞങ്ങള്, നല്ലൊരു അമല്. ഞങ്ങൾക്ക് കിട്ടിയ ലാഭത്തിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരും 100 ദിർഹം വീതം റബ്ബേ പാവപ്പെട്ടവർക്ക് സ്വതക്കയായി മാറ്റിവെക്കാം. ഞങ്ങൾ രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ മുവഹിദുകളായ, ഈ തവക്കുലുള്ള, ഈ നേർച്ച നേർന്ന, നല്ല അമൽ ചെയ്ത് പ്രാർത്ഥിച്ച ആ മഹാത്മാക്കളുടെ ദുആ അല്ലാഹു കേട്ടു. അങ്ങനെ അതാ ഒരു പക്ഷി ഞങ്ങൾക്ക് ഏതാനും വസ്ത്രത്തിന്റെ കഷ്ണങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങനെ അതാ ആ വസ്ത്രം കപ്പലിലേക്ക് കിട്ടിയപ്പോ ഞങ്ങൾ അതെടുത്തുകൊണ്ട് അതിന്റെ ഓട്ടകൾ അടച്ചു. അപ്പോൾ ആ ദ്വാരം അടഞ്ഞു, രക്ഷപ്പെട്ടു. ഞങ്ങൾ അങ്ങനെ രക്ഷപ്പെട്ട് ഇപ്പോൾ രക്ഷപ്പെട്ട് വരികയാണ്. വന്ന ഉടനെ ഞങ്ങളുടെ കയ്യിലുള്ള ആ സ്വതക്കയുടെ സ്വത്ത് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ആർക്കാച്ചാ കൊടുത്തോളിൻ. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ സ്ത്രീയിലേക്ക് തിരിഞ്ഞു നിന്നു. എന്നിട്ടതാ നിനക്കുള്ള സ്വതക്കയാണ് എന്ന് പറഞ്ഞ് ആ സ്വതക്ക കൊടുക്കുകയാണ്. എന്നിട്ട് ആ പെണ്ണിനോട് പറയുന്നു, റബ്ബുൻ യുതാജിറു ലക്കി ഫിൽ ബർരി വൽ ബഹർ, നിനക്ക് വേണ്ടി കരയിലും കടലിലും കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കി തന്ന റബ്ബ്. ആ റബ്ബിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? തൊട്ടു മുമ്പ് റബ്ബിനെ കുറിച്ച് നീ പറഞ്ഞ അഭിപ്രായം എന്താ? ഇപ്പോൾ ആ റബ്ബിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? നീ ദുനിയാവിൽ ഈ ചെറിയ വസ്ത്രം വിറ്റാൽ കിട്ടുന്ന ലാഭം എത്രയായിരിക്കും? ഇപ്പോൾ ആ വസ്ത്രത്തെ കൊത്തിക്കൊണ്ടുപോയ ആ പറവ കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയ ആ കപ്പലിലെ കച്ചവടക്കാര് സ്വതക്കയായി തന്നത് എത്രയാണ്? എത്ര വലിയ ലാഭമാ നിനക്ക് കിട്ടിയത്? അങ്ങനെയുള്ള റബ്ബിന്റെ വിശാലമായ കാരുണ്യത്തെ, അവന്റെ ഉപജീവനത്തെ, അവന്റെ റിസ്കിനെ നീ എന്താണ് നേരത്തെ സംസാരിച്ചത്? അല്ലാഹ് എങ്ങനെ തരാന്ന് പറയാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ, എങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടൽ തീരത്തിലൂടെ വരുന്നു. അപ്പൊ അതാ ആ കടൽ തീരത്തിൽ ഒരു ഉറുമ്പ് ധാന്യം ഇങ്ങനെ വഹിച്ചു കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എങ്ങോട്ടാ അത് കൊണ്ടുപോകണമെന്ന് ഇങ്ങനെ നിരീക്ഷിച്ചു. അതാ തിരമാല വന്ന് അവസാനിക്കുന്നിടത്ത് കരയിൽ ഒരു തവള വായ തുറന്നു നിൽക്കുന്നുണ്ട്. ആ ധാന്യം ഈ വായയുടെ വായിലേക്ക് ഉറുമ്പ് കയറി വെക്കുകയാണ്. ധാന്യം കിട്ടിയ ഉടനെ ആ വായ അടച്ച് തവള കടലിലേക്ക് കുളിയിട്ട് പോവുകയാണ്. ആ സന്ദർഭത്തിൽ അതാ തവള താഴ്ന്നപ്പോൾ ഉറുമ്പ് തിരിച്ചു നടക്കുന്നു. കുറച്ചു കഴിഞ്ഞ് തവള വീണ്ടും വന്ന് അവിടെ കയറി നിൽക്കുന്നു. ആ ഉറുമ്പത വേറെ ധാന്യവുമായി വരുന്നു. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു ഉറുമ്പിന്റെ ഭാഷ വശം കൊടുത്തിരുന്നു. അത് മുഅ്ജിസത്താണ്. മഹാനായ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, മാശഅനുകി, ഓ ഉറുമ്പേ, നിന്റെ കാര്യം എന്താണ്? നീ കുറെ നേരമായല്ലോ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഉറുമ്പ് പറഞ്ഞു കൊടുക്കുന്നു അതിന്റെ കഥ. ഞാൻ ഈ ധാന്യം കൊണ്ടുപോയി കൊടുക്കുന്ന തവളയിൽ വെച്ച് കൊടുക്കുന്ന ആ തവള അത് കൊണ്ടുപോകുന്നത് ഈ കടലിലെ ആഴങ്ങളിൽ ഒരു കല്ലിൽ ഒരു പുഴുവുണ്ട്. ആ പുഴുവിനുള്ള ഉപജീവനമാണ്, അതിനുള്ള ധാന്യമാണ്. ആ ഉറുമ്പിന് ബോധനം നൽകിയ റബ്ബ്, ആ ഉറുമ്പിനെ കൊണ്ട് വഹിപ്പിച്ച റബ്ബ്, ആ തവളക്ക് ബോധനം നൽകിയ റബ്ബ്, ആ തവളയെ വിഴുങ്ങിച്ച റബ്ബ്, ആ തവള മുങ്ങിക്കൊണ്ടുപോയിട്ട് ആ പുഴുവുള്ളിടത്ത് കൊണ്ടുപോയി കൊടുക്കുന്ന അതിന് ബോധനം കൊടുത്ത റബ്ബ് എങ്ങനെയാണോ ആഴക്കടലിൽ ആ ജീവിക്ക് ഉപജീവനം കൊടുത്തത്, ആ റബ്ബാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയും റബ്ബ്. ഒരിക്കലും തവക്കുൽ ബോധം നഷ്ടപ്പെടാൻ പാടില്ല. ഒരിക്കലും അള്ളാനെ പിഴച്ച് സംസാരിക്കാൻ പാടില്ല. മാറി മാറി വാരി മരുന്ന എന്തെല്ലാം പരീക്ഷണങ്ങളുണ്ടോ അതെല്ലാം റബ്ബ് നടപ്പിലാക്കുകയാണ്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിക്കുമ്പോൾ മുവഹിദേ, മുഅ്മിനേ, മുഅ്മിനത്തേ, ഭർത്താവിനോട് ഇടങ്ങറാക്കല്ല, ഭാര്യമാരെ ഇടങ്ങറാക്കല്ല, സഹോദരങ്ങളെ ഇടങ്ങറാക്കല്ല. ഉള്ളപ്പോൾ ഉള്ളതുപോലെ കഴിച്ചു കൂട്ടാനും ഇല്ലാത്തപ്പോൾ ആ ഇല്ലാത്ത രീതിയിൽ കൂടെ നിൽക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ തഖ്വയോടെ മുന്നോട്ട് നീങ്ങാനും നമുക്ക് സാധിക്കണം. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, ആര് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവൻക്ക് അള്ളാഹു പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ ഒരു എക്സിറ്റ് കാണിച്ചു തരും. പുറത്തേക്ക് കടക്കാനുള്ള ഒരു പോംവഴി അള്ളാഹു ഇട്ടു തരും. ആ റബ്ബിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ റബ്ബിനെ കുറിച്ച് കൃത്യമായ ബോധമുള്ളവർ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും വരുമ്പോ മതം വിട്ടു പോവുകയല്ല.
മതത്തിലേക്ക് കൂടുതൽ അടുക്കുകയാണ് വേണ്ടത്. ഫിലിസ്തീനിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ, പ്രിയപ്പെട്ടവരെ, അവർ നമ്മുടെ ഉമ്മമാരാണ്, അവർ നമ്മുടെ ഉപ്പമാരാണ്, അവർ നമ്മുടെ സഹോദരങ്ങളാണ്, സഹോദരിമാരാണ്, അവർ നമ്മുടെ പെൺമക്കളാണ്, പിഞ്ചുമക്കളാണ്. നിരന്തരമായ യുദ്ധങ്ങളിൽ ഏതാനും ദിവസം മധ്യസ്ഥ നിലപാട് കാരണം അവർക്ക് യുദ്ധം നിർത്തലുണ്ടായി. കരാറ് പ്രകാരം ഏതാനും ദിവസം, 4 നീണ്ട് 7 വരെ പോയി. വീണ്ടും യുദ്ധമാണ്, ശക്തമായ യുദ്ധം. ആ ദിവസങ്ങളിൽ നമ്മുടെ ആ സഹോദരങ്ങൾക്ക് വെള്ളം ശേഖരിക്കാനുണ്ട്, ഇന്ധനം ശേഖരിക്കാനുണ്ട്, ഭക്ഷണം ശേഖരിക്കാനുണ്ട്, ചികിത്സ മേത്തരം കിട്ടാനുണ്ട്. അതൊക്കെ ഉള്ളപ്പോഴും ആ പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെ മനസ്സിൽ ആഗ്രഹം എന്താണെന്നറിയോ? കെട്ടിടങ്ങളിൽ വീണുകിടക്കുന്ന മരിച്ചുപോയ എന്റെ ഉമ്മയെ, എന്റെ ഉപ്പയെ, എന്റെ ഭാര്യയെ, എന്റെ പേരക്കുട്ടിയെ, എന്റെ പ്രിയപ്പെട്ട കുട്ടിയെ ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ഒന്ന് മറമാടണം. നമുക്ക് മനസ്സിലാവും ആ വേദന. നമ്മൾ സുഖിച്ച് ജീവിക്കുകയാണ്, ലഹരിയിലാണ്, അതുപോലെ തന്നെ ഹറാമിലാണ്, വ്യഭിചാരത്തിലാണ്, തിന്മകളിലാണ്, ശിർക്കിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നഷ്ടപ്പെടുത്തുന്ന വല്ല പരീക്ഷണവും ഇട്ടു തന്നാൽ പ്രിയപ്പെട്ടവരെ, അത് വലിയ പരീക്ഷണമായി മാറും. അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ പാവപ്പെട്ടവർക്ക് വീണ്ടും യുദ്ധമായപ്പോൾ ആ ഏതാനും ദിവസങ്ങൾ, അതേ ബോംബറുകളുടെ വിമാനങ്ങൾ പറക്കാത്ത ദിവസങ്ങൾ, ശബ്ദകോലാഹലങ്ങളില്ലാത്ത ദിവസങ്ങൾ, സുന്ദരമായി ഉറങ്ങാനുള്ള ദിവസങ്ങൾ, പ്രിയപ്പെട്ടവരെ, അവർ വീണ്ടും ഉറക്കമൊഴിക്കേണ്ടി വരികയാണ്. അവരുടെ കുടുംബജീവിതം ഏറ്റവും നല്ല കുടുംബജീവിതമാണ്. അവരുടെ ഭാര്യയും ഭർത്താവും ഏറ്റവും നല്ല സ്നേഹത്തിലാണ്. അവരുടെ മക്കൾക്ക് മാപ്പമാരോട് വല്ലാത്ത സ്നേഹമാണ്. കാരണം ഏത് നിമിഷമാണ് മരിക്കുക എന്നറിയില്ല, എപ്പോഴാണ് ബോംബ് വന്ന് വീഴുക, മിസൈൽ വന്ന് തറിക്കുക എന്നറിയില്ല. ഉള്ള സമയം സ്നേഹത്തോടെ അള്ളാഹനെ ഓർത്തുകൊണ്ട് തൗഹീദോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് വേണ്ടി അവരവിടെ ജീവിക്കുകയാണ്. നെഞ്ചോട് നെഞ്ച് ചേർത്ത് മരിച്ചു കിടക്കുന്ന കുട്ടിയെ ഒപ്പം വെച്ചപ്പോൾ ജീവനുള്ള കുട്ടിയെയും മടിയിൽ വെക്കുകയാണ്. കാരണം എന്താ? രക്ഷപ്പെടുത്തുകയാണ്. ഉറക്കമൊഴിച്ചുകൊണ്ട് കാവലിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഏറ്റവും നല്ല അഫ്ളലായ കാവലിരിക്കൽ അസ്കലാനിലെ കാവലിരിക്കലാണ്. സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാം, ഈ അസ്കലാൻ എന്ന് പറയുന്ന പ്രദേശം ഈ പറഞ്ഞ ഫലസ്തീനിൽ നിന്ന്, ഗസയിൽ നിന്ന് 22 കിലോമീറ്ററേ ഉള്ളൂ. 22 കിലോമീറ്ററേ ഉള്ളൂ. ഇന്ന് വിശാലമായി കിടക്കുന്ന ആ പ്രദേശത്തെ ഉറക്കമൊഴിക്കൽ, റിബാത്ത്, കാവലിരിക്കൽ, പ്രിയപ്പെട്ടവരെ, ഏറ്റവും ശ്രേഷ്ഠകരമായ കാവലിരിക്കലാണ്. അഫ്ളലായ റമദാനിലെ ഏറ്റവും ലൈലത്തുൽ ഖദ്ർ രാവിൽ ഹജറുൽ അസ്വദിന്റെ അടുത്ത് പോയി പ്രിയപ്പെട്ടവരെ ഭജമിരിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. അതിനേക്കാളെല്ലാം ശ്രേഷ്ഠമായ കാര്യമായിട്ടാണ് അള്ളാഹുവിന് വേണ്ടി കാവലിരിക്കുന്ന ആളുകൾ. വാപ്പക്കെ സംരക്ഷിക്കാൻ, ഉമ്മയെ സംരക്ഷിക്കാൻ, മക്കളെ സംരക്ഷിക്കാൻ, ജനിച്ച നാടിനെ സംരക്ഷിക്കാൻ, ഖുദ്സിന്റെ മണ്ണിനെ സംരക്ഷിക്കാൻ, അള്ളാഹുവിന്റെ ഭവനത്തെ സംരക്ഷിക്കാൻ ആ പാവപ്പെട്ടവർ പാടുപെടുമ്പോ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു അവർക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരിലെ രോഗികൾക്ക് അള്ളാഹു ശിഫാഉൻ ആജിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരിലെ രോഗികൾക്ക് അള്ളാഹു ശിഫാ നൽകട്ടെ. അവരുടെ മരിച്ചുപോയ ആളുകൾക്ക് ഷഹീദിന്റെ കൂലി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതെല്ലാം രീതിയിലാണോ അവരെ അള്ളാഹു ശക്തിപ്പെടുത്തുന്നത്, ആ ശക്തി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് നിർഭയത്വവും ആശ്വാസവും തിരിച്ചു കിട്ടുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഈ പ്രയത്നം സ്വാലിഹായ ഒരു അമലായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു അവരുടെ ഈമാൻ അനുസരിച്ച് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ കടം കൊണ്ടും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒരുപാട് പ്രയാസത്തിൽ കഴിയുന്നവർ, അവർക്കൊക്കെ അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. توفنا مسلمين وألحقنا بالصالحين. آمين آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, അടുത്ത ജനുവരി
27 കോട്ടക്കൽ വെച്ച് നടക്കുന്ന മുജാഹിദ് ഫാമിലി കോൺഫറൻസിൻ്റെ പ്രചരണ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു പ്രഭാഷണം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ശാഖയിലുള്ള നമ്മുടെ പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിൽ വരികയും അതിനുവേണ്ടി രജിസ്ട്രേഷൻ നടത്തുകയും ചെയ്യുമ്പോൾ അതെല്ലാവരും അതിനുവേണ്ടി സഹകരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് വേണ്ടി പ്രഭാഷണം നിർവഹിച്ച ബഹുമാന്യനായ യാസിർ മദനി പകരക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ പ്രവർത്തകർക്കും, ഈ സദസ്സിൽ വന്ന് ഇവിടെ ഇരുന്നതും സദസ്സിൽ വന്നും ദൂരെ നിന്നും ഈ ശബ്ദം ശ്രവിച്ചിട്ടുള്ള മുഴുവൻ നാട്ടുകാർക്കും പ്രവർത്തകർക്കും, അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ഈ സ്ഥലം ഇവിടെ അനുവദിച്ചു തന്നിട്ടുള്ള ബഹുമാന്യനായ അംസക്കോയ സാഹിബിനും എല്ലാവർക്കും അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു സംഗമം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.